لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أما بعد സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അറിയപ്പെട്ട ഇമാമാണ്. അദ്ദേഹത്തിന്റെ പേര് കേൾക്കാത്ത ആരും ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ 661 ജനിച്ച അഹ്ലുസുന്നത്തിന്റെ ഇമാമാണ് ഷെയ്ഖുൽ ഇസ്ലാം അബുൽ അബ്ബാസ് അഹ്മദ് ഇബ്നു അബ്ദുൽ ഹലീം ഇബ്നു അബ്ദുസ്സലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ. അദ്ദേഹം അറിയപ്പെട്ട ഇമാമാണ്. അദ്ദേഹത്തിന്റെ ഇമാമത്ത് എല്ലാ കക്ഷികളും അംഗീകരിച്ചിട്ടുണ്ട്. അക്കാലത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ എതിരാളികൾ പോലും അംഗീകരിച്ചിട്ടുള്ളതാണ്. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, ഇബ്നു തൈമിയ്യ സാഹിബു ഇസ്തിഖ്റാഇൻ താം. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പ്രമാണങ്ങൾ, ഖുർആനും ഹദീസും സഹാബത്തിന്റെ അഖ്വാലുകളും പരിപൂർണമായി വായിച്ചു പഠിച്ചിട്ടുള്ള ആളാണ്. അഥവാ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ ഇന്ന വിഷയത്തിൽ ഹദീസുകളില്ല, അല്ലെങ്കിൽ ഇന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് പരിഗണിക്കപ്പെടുന്ന അങ്ങനെയുള്ള വ്യക്തിയാണ്. അതുപോലെ ഹാഫിദ് ദഹബി റഹിമഹുല്ലാ, വലിയ മുഹദ്ദിസായ ദഹബി, അദ്ദേഹം പറഞ്ഞു, കുല്ലു ഹദീസിൻ ലാ യഅലമുഹു ഇബ്നു തൈമിയ്യ ഫലൈസ ഹദീസൻ. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാക്ക് അറിയാത്ത ഹദീസൊന്നും ഹദീസല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം ഇൽമുള്ള ആളായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം ഇൽമു പഠിക്കാൻ തുടങ്ങിയ പ്രായത്തിൽ തന്നെ ഹിഫ്ളാക്കിയിട്ടുള്ളതാണ് അൽ ജംഉ ബൈന സഹിഹൈൻ, ബുഖാരിയും മുസ്ലിമും അത് രണ്ടിലുമുള്ള ഹദീസുകൾ ശേഖരിച്ച ജംഉ ബൈന സഹിഹൈൻ എന്ന കിതാബ്. അറിയപ്പെട്ട ഇമാമാണ്. അദ്ദേഹത്തിന്റെ മഹത്വം അറിയാത്തവരായി ആരുമില്ല. അദ്ദേഹത്തിന്റെ ധാരാളം ഉപകാരപ്രദമായ കിതാബുകളുണ്ട്, വലിയ കിതാബുകളുണ്ട്. 30-ലധികം വോള്യങ്ങളുള്ള മജ്മുഉൽ ഫതാവ, അദ്ദേഹത്തിന്റെ ഫത്വകൾ ശേഖരിച്ചത് ലഭ്യമാണ്. അതുപോലെ ചെറുതും വലുതുമായ കിതാബുകളുണ്ട്. അദ്ദേഹത്തിന്റെ ചെറിയ റിസാലകളുണ്ട്, 1-2 ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള റിസാലകൾ. അത് തന്നെ വിശാലമായ അർത്ഥവും പ്രയോജനവുമുള്ളതാണ്. അങ്ങനെയുള്ള ഒരു റിസാലയാണ് അൽ വസിയ്യത്തു സുഗ്റ എന്നത്. അദ്ദേഹത്തോട് ഒരു സഹോദരൻ, ഒരു വ്യക്തി ഒരു ഉപദേശം ചോദിച്ചതാണ്, ഒരു വസിയ്യത്ത് ചോദിച്ചതാണ്. ആ വ്യക്തിക്ക് കൊടുത്ത ഷെയ്ഖുൽ ഇസ്ലാമിന്റെ മറുപടിയാണ് അൽ വസിയ്യത്തു സുഗ്റ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ കിതാബ് ഒരു വ്യക്തിക്ക് അദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി കൊടുത്ത ഒരു ഉപദേശമാണെങ്കിലും ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഇൽമിന്റെ വിശാലത കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത ഈ ഫത്ഹ്, അള്ളാഹു കൊടുത്ത തൗഫീഖ്, അത് കാരണമായി ഈ കിതാബ് ഒരു വലിയ ഉപകാരപ്രദമായ കിതാബായി മാറി. ഒരു മുസ്ലിമിന് തന്റെ ജീവിതത്തിൽ പിന്തുടരാവുന്ന ഒരു അടിസ്ഥാന തത്വമായി, അല്ലെങ്കിൽ എങ്ങനെയാണ് താൻ ജീവിക്കേണ്ടത് എന്നവനെ പഠിപ്പിക്കുന്ന ഒരു ജീവിത പദ്ധതി എന്ന് നമുക്ക് ഈ കിതാബിനെ വിളിക്കാം. തന്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് നിശ്ചയിക്കാൻ നമുക്ക് അവലംബിക്കാവുന്ന ഒരു മാർഗരേഖയായി ഈ കിതാബ് മാറി. അത് ഇൻഷാ അല്ലാഹ് ഈ കിതാബ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ കിതാബില് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്ന ഉപദേശം, ചോദിച്ച ചോദ്യകർത്താവിന് അദ്ദേഹം കൊടുത്ത ഉപദേശങ്ങൾ, അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ചില ഖാഇദകൾ, നമുക്കൊരു അടിസ്ഥാന തത്വമായി ജീവിതത്തിൽ പിന്തുടരാവുന്ന ഉസൂലുകൾ, ഖാഇദകൾ ഇൻഷാ അല്ലാഹ് ഇത് വായിക്കുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും. ഒരു 25 അടിസ്ഥാന തത്വങ്ങൾ, ഖാഇദ അദ്ദേഹത്തിന്റെ കലാമിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ 1-2 എന്ന് പറഞ്ഞ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞതല്ല, നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ സംസാരം വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന അടിസ്ഥാനപരമായ 25 കാര്യങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അതാത് സന്ദർഭങ്ങൾ സൂചിപ്പിക്കാം. അത് എഴുതിയാൽ നന്നായിരിക്കും. ആദ്യമായി ചോദ്യം വായിക്കാം. സുആലു അബുൽ ഖാസിം അൽ മഗ്രിബി. അബുൽ ഖാസിം അൽ മഗ്രിബി എന്ന പേരുള്ള ഒരു വ്യക്തിയാണ് ഷെയ്ഖുൽ ഇസ്ലാമിനോട് ചോദ്യം ചോദിക്കുന്നത്. ഈ ചോദ്യം തന്നെ നമുക്ക് മാതൃകയാണ്. വളരെ അതവോടുകൂടി, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഉപകാരമുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ്. നല്ല ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ആവശ്യത്തിനുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, അത് നല്ല കാര്യമാണ്. അങ്ങനെ ചോദ്യം ചോദിക്കുക എന്നുള്ളത് ചില മുൻഗാമികൾ പറഞ്ഞത് കാണാം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇൽമു കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ ബിലിസാൻ സഊൽ, ധാരാളമായി ചോദ്യം ചോദിക്കുന്ന നാവ് കാരണമാണ് എന്ന് പറഞ്ഞത് കാണാം. അപ്പോൾ ധാരാളമായി ചോദ്യം ചോദിക്കുന്നത് അത് മോശമല്ല, പക്ഷെ ഉപകാരമുള്ള കാര്യങ്ങളായിരിക്കണം, ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കണം. നല്ല നിയത്തോടുകൂടി പഠിക്കണം എന്ന നിയത്തോടുകൂടി ആയിരിക്കണം. അല്ലെങ്കിലോ
ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്നമാ അഹലക മൻ കാന ഖബ്ലകും കസ്റത്തു മസായിലിഹിം, മുൻഗാമികൾ നശിക്കാൻ കാരണമായത് അധികരിച്ച ചോദ്യങ്ങളാണ്, ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ്. അപ്പോൾ നല്ല ചോദ്യം എന്താണെന്ന് ഈ ചോദ്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അദ്ദേഹം പറയുകയാണ്, യതഫദ്ദലു ശൈഖുൽ ഇമാം ബഖിയത്തുസ് സലഫ് വഖുദ്വത്തുൽ ഖലഫ്. ശൈഖുൽ ഇസ്ലാമിന്റെ ചില ലഖബുകൾ, ചില പ്രശംസാ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ഇബ്നു തൈമിയ്യ അദ്ദേഹം വിളിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഷെയ്ഖ് എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. എന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്? അഷ്ശൈഖുൽ ഇമാം ബഖിയത്തുസ് സലഫ്, സലഫുകളുടെ ബാക്കിയായിട്ടുള്ള, അങ്ങനെ സലഫുകളുടെ ഇടയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതുപോലെയുള്ള ആളാണ്. വഖുദ്വത്തുൽ ഖലഫ്, പിൻഗാമികൾക്ക് മാതൃകയായിട്ടുള്ള. അഅലമു മൻ ലഖീതു ബിബിലാദിൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറുമുള്ള രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ട് അദ്ദേഹം ധാരാളം യാത്ര ചെയ്യുന്ന ആളായിരിക്കാം. അതുകൊണ്ടാണ് ബിലാദുൽ മശ്രിഖ് വൽ മഗ്രിബ് എന്ന് പറയുന്നത്. കിഴക്കും പടിഞ്ഞാറുമുള്ള നാടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഇൽമുള്ള ആളായിട്ടുള്ള അങ്ങനെയുള്ള ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, തഖിയുദ്ദീൻ അബുൽ അബ്ബാസ് അഹ്മദ് ഇബ്നു തൈമിയ്യ, ഇത്രയും വിശേഷണങ്ങൾ പറഞ്ഞിട്ട് ഇബ്നു തൈമിയ്യയുടെ പേര് പറഞ്ഞു. ഇങ്ങനെയുള്ള ഷെയ്ഖ് എന്റെ ചോദ്യത്തിന് ഉത്തരം പറയണം. എന്നിട്ട് എന്താണ് ചോദ്യം എന്ന് പറയുന്നു? ബിഅൻ യൂസിയനി, അദ്ദേഹം എനിക്കൊരു വസിയത്ത് തരണം. ബിമാ യകൂനു ഫി സലാഹു ദീനി വ ദുനിയായി, എന്റെ ദീനും ദുനിയാവും നന്നാകുന്ന ഒരു വസിയത്ത്, എന്റെ ദീനും ദുനിയാവും നന്നാക്കുന്ന ഒരു വസിയത്ത്, അഥവാ എന്റെ അവസ്ഥകൾ നന്നാക്കുന്ന, എനിക്ക് പിന്തുടരാവുന്ന ഒരു ഉപദേശം. വയുർഷിദുനി ഇലാ കിതാബിൻ യകൂനു അലൈഹി ഇഅ്തിമാദി ഫി ഇൽമിൽ ഹദീസ്, ഇൽമുൽ ഹദീസിൽ എനിക്ക് അവലംബിക്കാവുന്ന ഒരു കിതാബ് പറഞ്ഞു തരണം. വകദാലിക ഫി ഗൈരിഹി മിനൽ ഉലൂമി ശർഇയ്യ, അതുപോലെ മറ്റു ശർഇയ്യായ ഇൽമുകളിലും അവലംബിക്കാവുന്ന ഒരു കിതാബ്. വയുനബ്ബിഹുനി അലാ അഫ്ളലിൽ അഅമാലി സ്സാലിഹത്തി ബഅദൽ വാജിബാത്ത്, ഫർളായ അമലുകൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫ്ളലായിട്ടുള്ള അമൽ എന്താണ്? കാരണം ഫർളിന്റെ കാര്യം ചോദിക്കേണ്ടതില്ല. ഫർളായ അമലുകൾ ഏതാണ് ഏറ്റവും അഫ്ളൽ എന്ന ചോദ്യത്തിൽ പ്രസക്തിയില്ല, കാരണം എല്ലാം നിർബന്ധമായി ചെയ്തിരിക്കണം. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സുന്നത്തുകളിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞു തരണം. വയുബയ്യിന ലീ അർജഹൽ മകാസിബ്, അതുപോലെ ഏറ്റവും നല്ല വരുമാന മാർഗം എന്താണ്? ജീവിക്കാൻ, മഈശത്തിന് വേണ്ടി അവലംബിക്കാവുന്ന, വരുമാനമുണ്ടാക്കാൻ വേണ്ടി സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല മാർഗം എന്താണ്? കുല്ലു ദാലിക അലാ ഖസ്ദിൽ ഈമായി വൽ ഇഖ്തിസാർ, ഇതൊക്കെ ചുരുക്കി പറഞ്ഞാൽ മതി. അല്ലാഹു തആല യഹ്ഫദുഹു, അല്ലാഹു അദ്ദേഹത്തെ സംരക്ഷിക്കട്ടെ. ഇതാണ് ചോദ്യം. ഇബ്നു തൈമിയ്യ ആദ്യം പുകഴ്ത്തി, അദബ് കാണിച്ചു, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു, എന്നിട്ട് വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചു. ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു. ഈ ചോദ്യത്തിൽ അദ്ദേഹം എന്താണ് ചോദിച്ചത്? 4 കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ഒരു ജാമിആയ വസിയത്ത്, വിശാലമായ സമഗ്രമായ ദീനും ദുനിയാവും നന്നാക്കുന്ന ഒരു വസിയത്ത്, ഒരു ഉപദേശം. രണ്ടാമത്തേത് അഫ്ളലായ അമൽ, ഫർളുകൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫ്ളലായിട്ടുള്ള അമൽ എന്താണ്? മൂന്നാമത്തേത് ഏറ്റവും നല്ല വരുമാന മാർഗം. നാലാമത്തേത് ഒരു കിതാബ്, ശർഇയ്യായ ഇൽമിൽ അവലംബിക്കാവുന്ന നല്ല ഒരു കിതാബ്. ഈ 4 കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മറുപടി പറഞ്ഞു. ഫഅജാബ ശൈഖുൽ ഇസ്ലാം ബഹ്റുൽ ഉലൂം, ഇൽമിന്റെ ബഹറായിട്ടുള്ള ശൈഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അമ്മൽ വസിയ്യ, ഒന്നാമത്തെ ചോദ്യം വസിയത്താണ്, ഒരു ഉപദേശം. ഫമാ അഅലമു വസിയ്യതൻ അൻഫഅ മിൻ വസിയ്യത്തില്ലാഹി വറസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിമൻ അഖലഹ വത്തബഅഹ. ഉപദേശം ചോദിച്ച ഒരാൾക്ക് നൽകാവുന്ന ഉപദേശങ്ങളിൽ ഏറ്റവും നല്ലത് എന്താണ്? അള്ളാഹും റസൂലും നൽകുന്ന ഒരു ഉപദേശമുണ്ട്. അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഉപദേശം എനിക്കറിയില്ല. അപ്പോൾ അള്ളാഹും റസൂലും ധാരാളമായി ഉപദേശിച്ചിട്ടുള്ള ഒരു ഉപദേശമുണ്ട്, ഒരു വസിയത്തുണ്ട്. അതെന്താണ്? വലഖദ് വസ്സൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും, മുൻകാലക്കാരായ വേദം നൽകപ്പെട്ട സമുദായങ്ങൾക്കും നിങ്ങൾക്കും ഞാൻ വസിയത്ത് നൽകിയിരിക്കുന്നു, ഉപദേശം നൽകിയിരിക്കുന്നു. അനിത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, തഖ്വയുണ്ടായിരിക്കണം എന്ന്. ووصى النبي صلى الله عليه وسلم معاذا لما بعثه الى اليمن فقال, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ് ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, അല്ലയോ മുആദ്, നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅത്ബിഅ സയ്യിഅത്തൽ ഹസനത തംഹുഹ, ഒരു തെറ്റു ചെയ്താൽ അതിനെ തുടർന്ന് നന്മ ചെയ്യുക. അങ്ങനെയായാൽ ആ നന്മ ആ തെറ്റിനെ തിന്മയെ മായ്ച്ചു കളയും. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, നല്ല സ്വഭാവത്തോടുകൂടി ജനങ്ങളോട് പെരുമാറുകയും ചെയ്യുക. അപ്പൊ ഇവിടെ അള്ളാഹും റസൂലും ഉപദേശിച്ചിട്ടുള്ള ഉപദേശമാണിത്. ഇതാണ് ഏറ്റവും നല്ല ഉപദേശം. ഒരാൾക്ക് മറ്റൊരാളോട് പറയാവുന്ന, ഉപദേശിക്കാവുന്ന ഏറ്റവും നല്ല ഉപദേശം വസിയത്ത് തഖ്വ എന്നുള്ളതാണ്.
നീ തഖ്വ പാലിക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻഗാമികൾ പലതരത്തിൽ വിശദീകരിച്ചത് കാണാം. പക്ഷെ എല്ലാവരും പറഞ്ഞത് ഒന്ന് തന്നെയാണ്. അതൊന്നും പരസ്പര വിരുദ്ധമായ നിർവചനങ്ങളല്ല, മറിച്ച് എല്ലാം ഒരേ ആശയത്തെ അവർ വ്യത്യസ്തമായ രൂപത്തിൽ അത് പ്രതിഫലിപ്പിച്ചതാണ്, എഴുതിയതാണ്, പറഞ്ഞതാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ ഫിഅലുൽ മഅ്മൂർ വതർക്കു അൽ മൻഹി, ഫിഅലുൽ മഅ്മൂർ വതർക്കി ഫിഅലുൽ മഅ്മൂരി വതർക്കു അൽ മൻഹി അൻഹു. കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുക, അതാണ് തഖ്വ. കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വാജിബായ കാര്യങ്ങളും മുസ്തഹബായ കാര്യങ്ങളും സുന്നത്തായ കാര്യങ്ങളും, അത് രണ്ടും ചെയ്യുക. അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹറാമുകളും മക്രൂഹായ കാര്യങ്ങളും, ഇത് രണ്ടും ഉപേക്ഷിക്കുക. ഇതാണ് തഖ്വ എന്ന് പറയുന്നത്. അപ്പൊ തഖ്വയുടെ കാര്യത്തിൽ ആളുകൾ രണ്ടു തരത്തിലുണ്ടാകും. വാജിബായ കാര്യങ്ങൾ ചെയ്യുകയും ഹറാമുകൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടാകും. വാജിബിന്റെ കൂടെ സുന്നത്തുകൾ കൂടി എടുക്കുകയും ഹറാമുകൾ ഒഴിവാക്കുന്നതിന്റെ കൂടെ കറാഹത്തായ കാര്യങ്ങൾ കൂടി ഒഴിവാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടാകും. അവർ തഖ്വ കൂടിയ ആളുകളാണ്. അതിൽ തന്നെ പല ദർജയിലുള്ള ആളുകളുണ്ടാകും. രണ്ടാമത് പറഞ്ഞ ഈ സുന്നത്തെടുക്കുകയും കറാഹത്ത് ഒഴിവാക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ടാകും. കാരണം സുന്നത്തുകൾ ഒരുപാടുണ്ട്, ആയിരക്കണക്കിന് മുസ്തഹബായ അമലുകളുണ്ട്. ആ ഓരോ അമലും ഓരോരുത്തർക്കും പല അളവിൽ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ തഹജ്ജുദ് എന്നുള്ളത് മുസ്തഹബാണ്, അത് 2 റക്അത്ത് നമസ്കരിക്കാം, 4 റക്അത്ത് നമസ്കരിക്കാം, എത്രയും നമസ്കരിക്കാം. അതുപോലെ മക്രൂഹായിട്ടുള്ള കാര്യങ്ങൾ അത് ധാരാളമുണ്ട്. അതിൽ എല്ലാം ഒഴിവാക്കുന്നവരുണ്ടാകും, വ്യത്യസ്തമായ അളവിൽ ഉപേക്ഷിക്കുന്ന ആളുകളുണ്ടാകും. അപ്പൊ തഖ്വയുടെ കാര്യത്തിൽ ആളുകൾ പല ദർജയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഉപദേശം, ഈ ഹദീസ്, ഇതിൽ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്ത ഈ ഹദീസിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇത് ഒരു അടിമയും റബ്ബും തമ്മിലുള്ള ബന്ധമാണ്, തആമുലാണ്. നമ്മൾ അള്ളാഹുവിനോട് ഇടപഴകുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിനോട് കാണിക്കുന്ന പെരുമാറ്റമാണ് തഖ്വ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ചെയ്യുന്ന തെറ്റുകൾ മായ്ച്ചു കളയാൻ വേണ്ടി നന്മകൾ ചെയ്യുക. ഇത് നമ്മൾ സ്വന്തം നഫ്സിനോട് ചെയ്യുന്ന കാര്യമാണ്. കാരണം നമ്മുടെ നഫ്സിനോട് നമ്മൾ ചെയ്യുന്ന ദുൽമാണ് പാപങ്ങൾ എന്ന് പറയുന്നത്. നരകശിക്ഷ കിട്ടാൻ നമ്മൾ കാരണക്കാരാവുകയാണ്. നമ്മുടെ ഈ അമലുകൾ കാരണം നമ്മൾ നരകശിക്ഷ ക്ഷണിച്ചു വരുത്തുകയാണ്. അത് മായ്ച്ചു കളയുക നന്മകൾ കൊണ്ട്. അപ്പൊ ഇത് നമ്മൾ സ്വന്തം നഫ്സിനോട് ചെയ്യുന്ന നന്മയാണ്. മൂന്നാമത്തേത് ഹസൻ, നല്ല സ്വഭാവത്തോടുകൂടി ജനങ്ങളോട് പെരുമാറുക എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ള അടിമകളോട്, അള്ളാഹുവിന്റെ അടിമകളായിട്ടുള്ള മറ്റു മനുഷ്യരോട് ചെയ്യുന്ന ഹക്കാണ്, അവരോട് കാണിക്കുന്ന പെരുമാറ്റമാണ്. അപ്പൊ അള്ളാഹുവിനോടും സ്വന്തം നഫ്സിനോടും മറ്റു മനുഷ്യരോടും ഈ 3 കൂട്ടരോടുമുള്ള ഹക്ക്, ബാധ്യതകൾ ഈ ഹദീസ് ഉൾക്കൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറഞ്ഞിട്ട് ഹൈസുമാ കുൻത്, എവിടെയായിരുന്നാലും എന്ന് പറഞ്ഞു. അതിനർത്ഥം എന്താണ്? ഏത് സാഹചര്യത്തിലായിരുന്നാലും, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. അപ്പൊ ഇതാണ് ഈ ഹദീസിലെ ഒന്നാമത്തെ ഉപദേശം. എന്നിട്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, വകാന മുആദുൻ റളിയല്ലാഹു അൻഹു മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻസിലത്തിൻ അലിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ അടുത്ത ആളായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഉയർന്ന സ്ഥാനമുള്ള ആളായിരുന്നു മുആദ് റളിയല്ലാഹു അൻഹു. ഫഇന്നഹു ഖാല ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, യാ മുആദ് വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, അല്ലാഹുവാണ് സത്യം, ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു. വകാന യുർദിഫുഹു വറാഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്ത് കൂടെ കയറ്റാറുണ്ടായിരുന്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. വറുവിയ ഫീഹി, അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്, അന്നഹു അഅലമുൽ ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാം, ഈ ഉമ്മത്തിൽ ഹലാൽ ഹറാമുകളെ കുറിച്ച് ഏറ്റവും ഇൽമുള്ളയാൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആണ് എന്ന് വന്നിട്ടുണ്ട്. ആ ഹദീസ് ദഈഫാണ് എന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. വഅന്നഹു യുഹ്ശറു അമാമൽ ഉലമാഇ ബിറത്വ, അദ്ദേഹം മഹ്ശറിൽ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമ്പോൾ ഉലമാക്കളുടെ കൂട്ടത്തിൽ ഒരു പടി മുന്നിലായിരിക്കും. എല്ലാ ഉലമാക്കളും നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം അവരുടെ അല്പം മുന്നിലായിട്ടായിരിക്കും ഉണ്ടാവുന്നത് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനമാണ് ഈ ഹദീസിൽ കാണുന്നത്, ഈ പറഞ്ഞ സംസാരത്തിൽ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. അങ്ങനെയുള്ള മുആദ് ഇബ്നു ജബലിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വസിയത്ത് നൽകിയിരിക്കുന്നത് എന്നത് ഈ പറഞ്ഞതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. വമിൻ ഫദ്ലിഹി, ശൈഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, വമിൻ ഫദ്ലിഹി, അദ്ദേഹത്തിന്റെ ഫദ്ൽ അറിയിക്കുന്ന മറ്റൊരു കാര്യമാണ്, അന്നഹു ബഅസഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മുബല്ലിഗൻ അൻഹു, തന്റെ ഈ റിസാലത്ത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നിയോഗിച്ചു, പറഞ്ഞയച്ചു. ദാഇയൻ വമുഫഖിഹൻ വമുഫ്തിയൻ, ദാഇയും ഫഖീഹ്, ഫിഖ് പഠിപ്പിച്ചു കൊടുക്കുന്നവനും മുഫ്തിയും ഹാക്കിം ഭരണാധികാരിയും ഒക്കെ ആയിട്ട് ഇലാ അഹ്ലിൽ യമൻ, യമനിലേക്ക്.
ഇത് ബുഖാരിയിലും മുസ്ലിമിലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നിട്ടുള്ള സ്വഹീഹായ ഹദീസാണ്. ഇന്നക തഖ്ദുമു അലാ ഖൗമിൻ അഹ്ലി കിതാബുകാരായിട്ടുള്ള ഒരു കൂട്ടരുടെ അടുത്തേക്കാണ് താങ്കൾ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബലിനെ പറഞ്ഞയച്ചു. ഇത്രയും സ്ഥാനമുള്ള ആളാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഈ വലിയ സ്ഥാനങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയത് ചെറിയ പ്രായത്തിലായിരുന്നു. 30 വയസ്സ് ഏകദേശമുള്ള സമയത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ തന്റെ യുവത്വം അത് ഉപയോഗപ്പെടുത്തിയ ഒരാളാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു. വകാനു യുശബ്ബിഹൂനഹു ബിഇബ്രാഹിം അൽ ഖലീൽ അലൈഹിസ്സലാം. സഹാബത്ത് അദ്ദേഹത്തിനെ ഇബ്രാഹിം അലൈഹിസ്സലാമിനോടാണ് ഉപമിക്കാറുണ്ടായിരുന്നത് മുആദ് ഇബ്നു ജബലിനെ. വഇബ്രാഹിമു ഇമാമുന്നാസ്, ഇബ്രാഹിം അലൈഹിസ്സലാം ജനങ്ങളുടെ ഇമാമാണ്. وكان ابن مسعود رضي الله عنه يقول إن معاذا كان أمة قانتا لله حنيفا ولم يكن من المشركين. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞ ഈ ആയത്ത് മുആദ് ഇബ്നു ജബലിനെ കുറിച്ച് ഓതാറുണ്ടായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇത് സഹീഹാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സഹീഹായി വന്നിട്ടുണ്ട്. തശ്ബീഹൻ ലഹു ബി ഇബ്രാഹിം, അദ്ദേഹത്തെ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ഉപമിച്ചുകൊണ്ട്. ثم إنه صلى الله عليه وسلم وصاه هذه الوصية. ഇത്രയും സ്ഥാനമുള്ള മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ തഖ്വ കൊണ്ട് ഉപദേശിക്കുന്നത്. അപ്പോൾ ഈ ഉപദേശത്തിന്റെ പ്രാധാന്യം അതിൽ നിന്ന് മനസ്സിലാക്കാം. ഫഉലിമ അന്നഹാ ജാമിഅ, അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ ഉപദേശം വളരെ സമഗ്രമാണ്, വിശാലമാണ്, പ്രധാനമാണ് എന്നൊക്കെ മനസ്സിലാക്കാം. വഹിയ കദാലിക് ലിമൻ അഖലഹ, ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചവർക്ക് അത് വ്യക്തമാവുകയും ചെയ്യും ഈ ഉപദേശം വളരെ വിശാലമാണ് എന്നുള്ളത്. മാ അന്നഹ തഫ്സീറുൽ വസിയ്യത്തുൽ ഖുർആനിയ്യ, അത് ഖുർആനിൽ അല്ലാഹു തആല നൽകിയിട്ടുള്ള വസിയ്യത്തിന്റെ വിശദീകരണവുമാണ്. അമ്മ ബയാനു ജംഇഹ, ഈ വസിയ്യത്ത് ഇത്തഖില്ലാഹ് എന്ന് പറയുന്ന ഈ ഉപദേശം അത് വിശാലമാണ് എന്നത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അത് വിശാലമാണെന്ന് പറയാനുള്ള കാരണം എന്താ? ഫലിഅന്നൽ അബ്ദ അലൈഹി ഹഖ്ഖാൻ, ഒരു അടിമക്ക് 2 ഹക്കുകളാണുള്ളത്. ഹഖ്ഖുൻ ലില്ലാഹി അസ്സ വജൽ വഹഖ്ഖുൻ ലിഇബാദിഹി. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞ വസിയ്യത്ത് ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത വഅത്ബി സയ്യിദൽ ഹസനത തംഹുഹ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ഈ മൂന്നും കൂടിയത് അതാണ് വിശാലതയുള്ള എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന വസിയ്യത്ത് എന്ന് പറഞ്ഞിട്ട് ശൈഖുൽ ഇസ്ലാം വിശദീകരിക്കുന്നത്. അത് വിശാലമാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഒരു മനുഷ്യന് 2 ഹക്കുകളാണുള്ളത്, അള്ളാഹുവിനോടുള്ള ഹക്കും സൃഷ്ടികളോടുള്ള ഹക്കും. അത് ഖുർആൻ ചിന്തിച്ചാൽ, ഖുർആനെ കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഖുർആൻ എല്ലാ സ്ഥലത്തും കാണാവുന്ന കാര്യമാണിത്. യുഖീമുന സ്വലാത്ത വയുതൂന സക്കാത്ത്, നമസ്കാരം നിലനിർത്തും, സക്കാത്ത് നൽകും. അള്ളാഹുവിനുള്ള ഹക്കാണ് സലാ, നമസ്കാരം, സൃഷ്ടികളുടെ ഹക്കാണ് സക്കാത്ത്. അപ്പൊ ഈ 2 ഹക്കുകളാണ് ഒരു മനുഷ്യനുള്ളത് എന്നത് ഖുർആനിൽ ആവർത്തിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. മറ്റൊരു ഉദാഹരണം ഖുർആനിൽ കാണാവുന്നത് വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാൻ, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു. വബിൽ വാലിദൈനി ഇഹ്സാൻ, മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യണം. അപ്പോൾ അല്ലാഹുവിനോടുള്ള ഹക്കാണ് തൗഹീദ്. സൃഷ്ടികളോടുള്ള ഹക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബിറുൽ വാലിദൈൻ. ഇത് ഖുർആനിൽ ധാരാളമായി കാണാവുന്നതാണ്. ഇതാണ് ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത എന്ന് പറഞ്ഞത്. സുമ്മൽ ഹഖ്ഖുല്ലദി അലൈഹി, ഈ ഹക്ക്, അല്ലാഹുവിനോടുള്ള ഈ ഹക്കും സൃഷ്ടികളോടുള്ള ഈ ഹക്കും ലാബുദ്ദ അൻ യുഖില്ല ബിബഅദിഹി അഹ്യാനൻ, അതിൽ മനുഷ്യൻ വീഴ്ച വരുത്താൻ സാധ്യതയുണ്ട്. ഈ 2 ഹക്കും വളരെ ഗൗരവമുള്ളതാണ്, ധാരാളം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അല്ലാഹുവിനോടുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇബാദത്തുകളുണ്ട്, ഒരുപാട് അഹ്കാമുകളുണ്ട്. അതുപോലെ സൃഷ്ടികളോട് ധാരാളം ഹക്കുകൾ നമുക്കുണ്ട് പലരോടും. അതിലൊക്കെ മനുഷ്യൻ വീഴ്ച വരുത്തുക എന്നത് സ്വാഭാവികമാണ്. ഇമ്മാ ബിതർക്കി മഅ്മൂരിൻ ബിഹി ഔ ഫിഅലി മൻഹിയൻ അൻഹു, വീഴ്ച വരുത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരിക വിലക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. വീഴ്ച എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ ഒരു മാസിയത്ത് ചെയ്യുക. അത് മാത്രമല്ല, വാജിബായ കാര്യങ്ങൾ നമ്മൾ വീഴ്ച വരുത്തും, നിർബന്ധമായി ചെയ്യേണ്ട കാര്യത്തിൽ വീഴ്ച വരുത്തും. ഇത് 2 പോരായ്മകളാണ്, കുറവുകളാണ്, നമ്മുടെ ബാധ്യതകളിൽ വരുന്ന കുറവുകളാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ആ വരുന്ന വീഴ്ച പരിഹരിക്കാനുള്ള മാർഗം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഹദീസിലെ 1ാമത്തെ വാചകം ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത എന്നുള്ളത് നമ്മുടെ ദീൻ മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ്. അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനുസരിക്കുക, അള്ളാഹു വിലക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കുക. ഈ കൽപ്പന എന്ന് പറയുന്നത് പാലിക്കാൻ എളുപ്പമുള്ളതല്ല, വളരെ എളുപ്പമല്ല. അടിസ്ഥാനപരമായി അത് എളുപ്പമാണെങ്കിലും നമ്മുടെ നഫ്സിന്റെ ഷർറ് കൊണ്ട്, അതുപോലെ ശൈത്താന്റെ വസ്വാസ് കൊണ്ട് വീഴ്ചകൾ അതിൽ സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ വീഴ്ച സംഭവിക്കുന്നത് അതെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? ഈ കൽപ്പന പാലിക്കാൻ നമ്മൾ പരാജയപ്പെടുമ്പോൾ, അതിന്റെ പൂർണ്ണതയിലെത്താൻ നമ്മൾ പരാജയപ്പെടുമ്പോൾ എന്തു ചെയ്യണം എന്നാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഖാഇദ, ഒരു അടിസ്ഥാന തത്വം മനസ്സിലാക്കാം. എന്താണ്? ഒരു അടിമ
മാസിയത്ത് ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ്. മാസിയത്ത് മനുഷ്യന് സംഭവിക്കും. അതുകൊണ്ടാണ് മാസിയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, അതിനെ പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഖാഇദയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, അന്നൽ അബ്ദ ലാബുദ്ദ അൻ യുഖ്തിഅ വയഅസി. ഒരു അടിമ തെറ്റ് ചെയ്യുക, മാസിയത്ത് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അതിൽ യാതൊരു സംശയവുമില്ല, തെറ്റുകൾ മനുഷ്യന് സംഭവിക്കും എന്നുള്ളത്. സലഫ് സ്വാലിഹീങ്ങൾക്കിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ്, മുൻഗാമികൾ ഏകോപിച്ചിട്ടുള്ള കാര്യമാണ്. അമ്പിയാക്കൾ ചെറുപാപങ്ങളിൽ നിന്ന് മാസൂമല്ല. വൻപാപങ്ങൾ അമ്പിയാക്കൾക്ക് സംഭവിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. ചെറുപാപങ്ങൾ സംഭവിക്കാം എന്നതിൽ ഇജ്മാ ഉണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ മറ്റു പല ഉലമാക്കളും പറഞ്ഞിട്ടുള്ളതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇജ്മാ ആണ് അമ്പിയാക്കൾക്ക് ചെറുപാപങ്ങൾ സംഭവിക്കാം എന്നുള്ളത്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, താങ്കളുടെ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുന്നതാണ്. അപ്പോൾ പാപങ്ങൾ അമ്പിയാക്കൾക്ക് വരെ സംഭവിക്കാം. ഫഅസ ആദമു റബ്ബഹു ഫഗവ. ആദം അലൈഹിസ്സലാം തന്റെ റബ്ബിനോട് മാസിയത്ത് ചെയ്തിരിക്കുന്നു. മാസിയത്ത് എന്ന് പറയുന്നത് ചെറുതുമുണ്ട് വലുതുമുണ്ട്. കബീറത്ത് വൻപാപങ്ങളുണ്ട്, സഗായിർ ചെറുപാപങ്ങളുണ്ട്. ചെറുപാപങ്ങൾ സംഭവിക്കാം. അപ്പൊ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? മനുഷ്യ പ്രകൃതത്തിന്റെ ഭാഗമാണ് മാസിയത്തുകൾ സംഭവിക്കുക എന്നുള്ളത്, അതിൽ സംശയമില്ല. രണ്ടാമത്തെ ഒരു ഖാഇദ അതെന്താണ്? ഈ ഹദീസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന മറ്റൊരു ഖാഇദ, ഒരു അടിമക്ക് എല്ലാ സാഹചര്യത്തിലും തഖ്വ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഹൈസുമാ കുൻത എന്ന് പറഞ്ഞത്. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. അപ്പോൾ അൽ അബ്ദു മുഹ്താജുൻ ലിതഖ്വല്ലാഹി ഫി കുല്ലി സമാനിൻ വമക്കാൻ. ഏത് സ്ഥലത്തും സന്ദർഭത്തിലും തഖ്വ വേണം. ഇതാണ് ശരിക്കും ഒന്നാമത് പറയേണ്ടത്. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത എന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒന്നാമത്തെ കാര്യം, ഒരു അടിമ ഏത് സന്ദർഭത്തിലും സാഹചര്യത്തിലും തഖ്വയോടെ ജീവിക്കണം. രണ്ടാമത്തേത്, തെറ്റ് സംഭവിക്കുക എന്നുള്ളത് മനുഷ്യപ്രകൃതത്തിന്റെ ഭാഗമാണ്. ഇബ്നു തൈമിയ്യ പറയുകയാണ്, ഈ പറഞ്ഞ ആശയത്തെ വിശദീകരിച്ചുകൊണ്ട്, അഥവാ തെറ്റ് സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഈ റിസാലയെ തുടർന്ന് പറയുന്നു, ഫഇന്ന തബീബ, ഒരു ഡോക്ടർ എന്ത് ചെയ്യും, മതാ തനാവല അൽ മരീദു ശൈഅൻ മുദിറൻ അമറഹു ബിമാ യുസ്ലിഹുഹു. ഒരു രോഗി ഉപദ്രവകരമായ, അവന്റെ ശരീരത്തിൽ രോഗമുണ്ടാക്കുന്ന, അതിനെ ദുർബലമാക്കുന്ന എന്തെങ്കിലും കഴിച്ചാൽ, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്ത് അവന്റെ ശരീരത്തെ ദുർബലപ്പെടുത്തിയാൽ അമറഹു ബിമാ യുസ്ലിഹുഹു, ഈ ഡോക്ടർ എന്താണ് ചെയ്യുക? ആ തകരാറ് അത് പരിഹരിക്കാനുള്ള കാര്യം പറഞ്ഞു കൊടുക്കും. മരുന്ന് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഭക്ഷണത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ കൊടുക്കും. എന്താണ് ചെയ്യേണ്ടത് പരിഹാരമായിട്ടെന്ന് പറഞ്ഞു കൊടുക്കും. വദ്ദംബു ലിൽ അബ്ദി കഅന്നഹു അംറുൻ ഹത്ം. പാപം എന്ന് പറയുന്നത് മനുഷ്യന് ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഉറപ്പുള്ള കാര്യമാണ് പാപം ചെയ്യുക എന്നുള്ളത്. ഫൽ കയ്യിസു, അപ്പൊ ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യും? ഹുവല്ലദീ ലാ യസാലു യഅതി മിനൽ ഹസനാതി ബിമാ യംഹു സയ്യിആതി. തന്റെ ഈ പാപങ്ങൾ പരിഹരിക്കാൻ മാത്രമുള്ള നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ബുദ്ധിയുള്ള ഒരാൾ ചെയ്യുക. ഇതാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്ന വാക്ക്. അഥവാ ഈ ഹദീസിൽ മനസ്സിലാക്കാവുന്ന മൂന്നാമത്തെ ഒരു ഖാഇദയായിട്ട് നമുക്ക് പറയാം, അൽ ആഖിൽ, ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യും? യുത്ബിഉ സയ്യിഅത്തൽ ഹസന, താൻ ചെയ്ത തിന്മയുടെ പിന്നാലെ നന്മ ചെയ്യും. ഇത് ബുദ്ധിയുള്ള ഒരാളുടെ സ്വഭാവമായിരിക്കും. ഇപ്പോൾ തിന്മകളുമായി എങ്ങനെ കൈകാര്യം ചെയ്യണം, തിന്മകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൽമാണ്. അത് നമ്മൾ പഠിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി സംഭവിക്കുന്ന കാര്യമാണ് തിന്മകൾ എന്ന് പറയുന്നത്. അത് സംഭവിക്കാതിരിക്കുക എന്നുള്ളത് അസാധ്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അമ്പിയാക്കൾക്ക് വരെ ചെറുപാപങ്ങൾ സംഭവിക്കാമെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ അത് യാതൊരു സംശയവുമില്ല, വൻപാപങ്ങളും ചെറുപാപങ്ങളും നമ്മിൽ നിന്ന് സംഭവിക്കും എന്നുള്ളത്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് എന്താണ്? ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഈ പാപങ്ങളിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടും, അല്ലെങ്കിൽ അതിന്റെ അപകടം എങ്ങനെ പരിഹരിക്കാം, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു രോഗിയെ പോലെ തന്നെ, രോഗത്തോട് ഉപമിച്ചാൽ മതി. രോഗം സംഭവിച്ചാൽ നമ്മൾ എന്താ ചെയ്യാം? രോഗം ബാധിച്ചാൽ നമ്മൾ ചികിത്സിക്കും. അതല്ലാതെ എനിക്ക് കാലങ്ങളായി രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, ഒരു രോഗം മാറുമ്പോൾ അടുത്ത രോഗം വരുന്നു, ഇനി ഞാൻ അതിനെ ചികിത്സിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുമോ? ഒരിക്കലുമില്ല. നമുക്കെല്ലാവർക്കും അറിയാം രോഗം എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ എങ്ങനെ പരിഹരിക്കാം, അതിന്റെ അപകടം എങ്ങനെ കുറക്കാം എന്നതിനെ കുറിച്ച് ചിന്തിക്കും. അതുപോലെയാണ് പാപങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. 3 കാര്യങ്ങളാണ് നമ്മൾ പാപങ്ങളോട് ചെയ്യേണ്ടത്. മാസിയത്തുകളുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമത്തേത്, തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ, പാപങ്ങൾ സംഭവിക്കാതിരിക്കാൻ സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ തെറ്റുകൾ പെട്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക. അതിന് ഏറ്റവും നല്ല മാർഗം എന്താണ്? തിന്മകളിലേക്ക് എത്തിക്കുന്ന അസ്ബാബുകൾ, വസീലകൾ, അതിന്റെ മാർഗങ്ങൾ നമ്മൾ അടക്കുക എന്നുള്ളതാണ്.
അല്ലെ? ഓരോരുത്തർക്കും അറിയാം നമുക്ക് സംഭവിക്കുന്ന തെറ്റുകൾ എന്താണ്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന തിന്മ എന്താണ്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ തിന്മകളായിരിക്കും. അത് സംഭവിക്കാനുള്ള സാഹചര്യം എന്താണ്, എന്ത് ചെയ്യുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് എത്തുന്നത്, ഈ തിന്മയിൽ പെട്ടുപോകുന്നത്. ചിലപ്പോ കൂട്ടുകെട്ടായിരിക്കാം, ചിലപ്പോ നമ്മുടെ നോട്ടമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. ഓരോരുത്തർക്കും വ്യത്യസ്തമായ സന്ദർഭങ്ങളുണ്ടാകും. എന്ത് സന്ദർഭത്തിലാണ് ഞാൻ തിന്മയിൽ പെട്ടുപോകുന്നത് എന്ന് ആലോചിച്ചിട്ട് ആ ബാബ് അടച്ചു വെക്കുക. ഇതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ നമ്മൾ എത്ര മുൻകരുതലെടുത്താലും തിന്മകൾ സംഭവിക്കും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, അള്ളാഹുലേക്ക് മടങ്ങുക. തൗബ നീട്ടിവെക്കുക എന്നുള്ളത് ഒരു തിന്മയാണ്. അതിന് വേറെ കുറ്റം കിട്ടും. ഒരു തെറ്റ് ചെയ്തു, അപ്പൊ ഞാൻ ഏതായാലും തെറ്റ് ചെയ്തവനാണ്, ഇനി ഇങ്ങനെ പോകാം എന്ന് വിചാരിച്ചാൽ അത് വേറെ ഒരു തിന്മയാണ്. അല്ലെങ്കിൽ അടുത്ത റമദാൻ വരട്ടെ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് പ്രായമാകട്ടെ, അല്ലെങ്കിൽ കല്യാണം കഴിയട്ടെ, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ആ പറഞ്ഞത് വേറെ ഒരു പാപമായി. അപ്പൊ ഉടനെ തൗബ ചെയ്യുക. അല്ലെ, അസുഖം എന്താ നമ്മളതല്ലേ ചെയ്യാം. ഒരാൾക്ക് നിരന്തരം അസുഖങ്ങൾ വരുന്നുണ്ട്, അപ്പൊ ഇത് 4 പ്രാവശ്യം ഡോക്ടറെ കാണിച്ചു, ഇനി വേണ്ട, നിർത്തി എന്നാരും പറയുകയില്ല. 1000 പ്രാവശ്യം ഒരേ രോഗം വീണ്ടും വീണ്ടും വന്നാലും അവൻ 1000ാമത്തെ ഡോക്ടറെ കാണിക്കും, 1001ാമത്തെ ഡോക്ടറെ കാണിക്കും. അതുപോലെ തന്നെ. അതുകൊണ്ടാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഒരു മനുഷ്യന് ഒരു തിന്മ ആവർത്തിച്ച് ചെയ്യുന്നു, ഒരു ദിവസം 1000 പ്രാവശ്യം ഒരേ തിന്മ തന്നെ ചെയ്തു എന്നുണ്ടെങ്കിൽ 1000 പ്രാവശ്യം തൗബ ചെയ്യുക. അതാണ് വേണ്ടത്. തെറ്റ് ചെയ്താൽ തൗബ ചെയ്യുക. മൂന്നാമത്തേത് സാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കുക. സാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കുക. ഫഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യിആത്ത്. കാരണം നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്നാമത് തിന്മകൾക്ക് കാരണമാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അത് പ്രധാനമാണ്. അത് നമ്മെ ബാധിക്കുന്ന ശുബ്ഹത്തുകളാണെങ്കിലും ശഹവത്തുകളാണെങ്കിലും. ശുബ്ഹത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ദീനിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ, അഖീദയുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ. അതുപോലെ ശഹവത്തുകൾ നമുക്കറിയാം, നമ്മുടെ ദേഹേച്ഛയുടെ കാരണത്താൽ നമ്മൾ ചെയ്യുന്ന തിന്മകൾ. ഇതിനൊക്കെ ചില കാരണങ്ങളുണ്ടാകും. ആ കാരണം എന്താണെന്ന് മനസ്സിലാക്കുക. സംശയങ്ങൾ ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫസാദിന്റെ ആളുകളുടെ കൂടെ ഇരിക്കുക എന്നുള്ളതായിരിക്കും. ഫിത്നയും ഫസാദും ബിദ്അത്തുകളുമുള്ള ആളുകളുടെ അടുത്ത് സഹവസിക്കുക, ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും ആളുകളോട് സഹവസിക്കുക എന്നുള്ളത് അത് മനസ്സിൽ സംശയം ഉണ്ടാക്കും. ഇത് മുൻഗാമികൾ ധാരാളം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇബ്നു ബത്താ റഹിമഹുല്ലാഹ് അൽ ഇബാനത്തുൽ കുബ്ര എന്ന് പറയുന്ന അഹ്ലുസ് സുന്നത്തിന്റെ അഖീദ വിശദീകരിക്കുന്ന കിതാബ്, ബിദ്അത്തിന്റെ ആളുകളുടെ വാദങ്ങൾക്ക് മറുപടി പറയുന്ന കിതാബാണ്. അതിൽ അദ്ദേഹം ധാരാളം കക്ഷികളെ കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ വാദങ്ങൾക്ക് മറുപടികൾ പറയുന്നുണ്ട്. ആ കിതാബിൽ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ വാക്കിന് പ്രത്യേകം പ്രസക്തിയുണ്ട്. കാരണം പലതരം ബിദ്അത്തുകളെ കുറിച്ച് ഈ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അഹ്ലുസുന്നത്തിന്റെ ഉസൂലുകൾ വിശദീകരിക്കുന്ന കിതാബാണ്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം എന്താണ് ബിദ്അത്തുകൾ, എന്തൊക്കെയാണ് ദലാലത്തുകൾ എന്ന് കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഈ കിതാബിൽ, ഹിദായത്തിലായതിനു ശേഷം പിന്നീട് പഴച്ചുപോയ ആളുകളെ കുറിച്ച്, അവരെങ്ങനെയാണ് പഴച്ചത് എന്ന് ഞാൻ ചിന്തിച്ചു നോക്കി. വദാലിക യർജിഉ ഇലാ അംറൈൻ. അദ്ദേഹം പറയുകയാണ്, അതിന്റെ കാരണം 2 കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പൊ ഇമാമിങ്ങളുടെ കാലത്ത്, മുൻഗാമികളുടെ കാലത്ത് അഹ്ലുസുന്നത്തിന്റെ ആളുകളായി ജീവിച്ച ആളുകൾ പഴച്ചു പോയിട്ടുണ്ട്. അത് ഒരു അത്ഭുതമുള്ള കാര്യമല്ല, ധാരാളം സംഭവിച്ചിട്ടുള്ളതാണ്. 2 കാരണങ്ങളാണുള്ളത്. അതിലൊന്ന് അദ്ദേഹം പറയുന്നത് മുജാലസതു മൻ ലാ യുഅ്മനു ഫിത്നതുഹു. കുഴപ്പത്തിലാക്കും എന്ന് സാധ്യതയുള്ള, നമ്മെ കുഴപ്പത്തിലാക്കാൻ സാധ്യതയുള്ള ആളുകളുടെ കൂടെ സഹവസിക്കുക. അതുപോലെ അനാവശ്യമായ മസലകളെ കുറിച്ചുള്ള ആഴത്തുള്ള ഗവേഷണങ്ങളും തർക്കങ്ങളും. ഈ 2 കാര്യങ്ങളാണ് ഹിദായത്തിന് ശേഷം ദലാലത്തിലായ ആളുകളുടെ ആ ദലാലത്തിന്റെ കാരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ശഹവത്തുകളും, അല്ലെ, നമ്മള് മാസിയത്തുകൾ മുങ്ങിക്കുളിച്ചിട്ടുള്ള ഹറാമുകൾക്ക് യാതൊരു ഗൗരവവും കൊടുക്കാത്ത ആളുകളുടെ കൂടെ നടന്നാൽ പതുക്കെ നമ്മളത് അതുപോലെ ചെയ്യും. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ, യുവാക്കൾ, നമ്മൾ പേടിയോടെ കാണേണ്ട കാര്യമാണ്. ഒരു മാസിയത്ത് ചെയ്യുന്ന ഒരാൾ, ചില ആളുകൾ അത്തരക്കാരോട് കൂട്ടുകൂടും. അവരുടെ സംസാരമോ അവരുടെ സ്വഭാവമോ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ കൂടെ കൂടും. ആദ്യമൊക്കെ അവരുടെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കും. ഞാൻ അവന്റെ കൂടെ പഠിക്കുന്നു, അല്ലെങ്കിൽ കൂടെ മറ്റു കാര്യങ്ങൾക്ക് സാഹസിക്കുന്നു എന്നേ ഉള്ളൂ, അവൻ ചെയ്യുന്ന ഈ ഹറാമുകളുമായിട്ട് എനിക്ക് ബന്ധമില്ല എന്നൊക്കെ പറയും. പക്ഷെ നിരന്തരം ഒരേ കാഴ്ച തന്നെ കണ്ടുകൊണ്ടിരുന്നാൽ ആ കാണുന്ന തിന്മ നിസ്സാരമായി തോന്നും. പിന്നീട് അത് ചെയ്യാൻ നമുക്ക് മടിയുണ്ടാവുകയില്ല. നേരെ മറിച്ച് സ്വാലിഹ്യങ്ങളായ ആളുകളുടെ കൂടെ നടന്നാലോ, അത് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ വീട്ടില് മുതിർന്ന ആളുകളൊക്കെ ഇരിക്കുന്ന ഒരു സദസ്സിൽ വെച്ച് നമുക്ക് അവരുടെ മുന്നിൽ അവർ കാണുന്ന രൂപത്തിൽ ഒരു ഹറാം ചെയ്യാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ്? ചെറിയ ഒരു ഹറാമാണെങ്കിൽ പോലും
നമ്മുടെ ഫോണിൽ നമ്മളിങ്ങനെ ഫോൺ നോക്കുമ്പോൾ അറിയാതെ അതിന്നൊരു മ്യൂസിക്, ഒരു ശബ്ദം ഉണ്ടായാൽ നമ്മുടെ ചുറ്റും ദീനുള്ള ആളുകളാണെങ്കിൽ, നമ്മുടെ വീട്ടിലും കുടുംബത്തിലൊക്കെയുള്ള നല്ല മനുഷ്യന്മാരാണെങ്കിൽ നമ്മളത് പെട്ടെന്ന് ഓഫാക്കും. നേരെ മറിച്ച് നമ്മൾ ചുറ്റും ഇരിക്കുന്നത് നമ്മുടെ കൂടെ കോളേജിലും സ്കൂളിലും പഠിക്കുന്ന നമ്മുടെ കൂട്ടുകാരാണെങ്കിലോ നമ്മൾ അതിലും വലുത് ചെയ്യും. അവരുടെ കൂടെ നമ്മൾ പല ഹറാമുകളും ചെയ്യും. ഒരേ ആളാണ് നമ്മൾ, രണ്ടും ഒരേ വ്യക്തി തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പൊ പള്ളിയിലിരിക്കുമ്പോൾ നമ്മൾ ഫോൺ അതിന്റെ ഒരു സാധാരണ റിംഗ് ടോൺ പുറത്തു വന്നാൽ, ശബ്ദം പുറത്തു വന്നാൽ നമ്മൾ പെട്ടെന്ന് ഓഫാക്കും. എന്തുകൊണ്ടാണ്? അവിടെ ഈമാനുള്ള ഒരു ചുറ്റുപാടാണ്. നേരെ മറിച്ച് ഫസാദായ ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിലോ അവിടെ വെച്ച് ആ തിന്മ ചെയ്യുക എന്നുള്ളത് നമുക്ക് വളരെ എളുപ്പമായിരിക്കും. പതുക്കെ പതുക്കെ നമ്മൾ ഹറാമുകൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സുഹബത്ത് എന്നുള്ളത്, കൂട്ടുകെട്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽമർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ തന്റെ സുഹൃത്തിന്റെ ദീനിലായിരിക്കും. അത് ദീനിന്റെ അസ്ലാണെങ്കിലും ദീനിന്റെ പൂർണ്ണതയാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും പതുക്കെ പതുക്കെ തന്റെ സുഹൃത്തിന്റെ ദീനിലേക്ക് പോകും എന്നത് അത് അനുഭവമുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എപ്പോഴും ദീനിന്റെ കാര്യത്തിൽ, കൂട്ടുകെട്ടിന്റെ കാര്യത്തിൽ ദീൻ പരിഗണിക്കുക, ദീനുള്ളവരോട് കൂട്ടുകൂടുക. ഇങ്ങനെയുള്ള മറ്റു വസീലകൾ, എന്തൊക്കെ കാരണങ്ങൾ നമ്മെ തിന്മയിലേക്ക് എത്തിക്കുന്നുണ്ടോ അത് മുറിച്ചു കളയുക. എന്നിട്ടും തിന്മ സംഭവിച്ചാൽ ഈ പറഞ്ഞതുപോലെ ഉടനെ തൗബ ചെയ്യുകയും ആ തിന്മ പരിഹരിക്കാൻ വേണ്ട സ്വാലിഹായ അമലുകൾ ചെയ്യുകയും ചെയ്യുക. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്നമ ഖദ്ദമ ഫീ ലഫ്ദിൽ ഹദീസ് അസ്സയ്യിഅ വഇൻ കാനത് മഫ്ഊലതൻ. ഈ ഹദീസിൽ വഅത്ബിഇ അസ്സയ്യിഅത്തൽ ഹസന എന്നാണ് പറഞ്ഞത്. തിന്മയെ നന്മ കൊണ്ട് പിന്തുടർത്തുക. അത് തിന്മ സംഭവിച്ചാൽ അതിന്റെ പിന്നാലെ നന്മ ചെയ്യുക. അപ്പൊ ഇബ്നു തൈമിയ്യ പറയുന്നത്, ഇവിടെ തിന്മ എന്ന് പറയുന്നത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. എന്നിട്ടും ഇവിടെ ഈ ഹദീസിന്റെ തർത്തീബിൽ സയ്യിഅത്ത് എന്നുള്ള വാക്കിനെ ആദ്യം പറഞ്ഞു. വഅത്ബിഇ സയ്യിഅത്തൽ ഹസന എന്നാണ് പറഞ്ഞത്. വഅത്ബിഇൽ ഹസനത അസ്സയ്യിഅ എന്നല്ല പറഞ്ഞത്. ഇവിടെ സയ്യിഅത്ത് എന്നുള്ളത്, പാപം എന്നുള്ളത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം? അറബി ഭാഷാ നിയമപ്രകാരം അത്ബിഇൽ ഹസനത സയ്യിഅ എന്ന് പറയാം. പക്ഷെ എന്തുകൊണ്ട് സംഭവിച്ചു കഴിഞ്ഞതായ ഈ സയ്യിഅത്തിനെ, പാപത്തെ, അതിന് മുൻഗണന കൊടുത്തു? അതിനെ ആദ്യം പറഞ്ഞു. കാരണം ഇവിടെ ഈ ഹദീസിൽ പറയുന്നത് ആ തിന്മയെ എങ്ങനെ പരിഹരിക്കാമെന്ന വിഷയമാണ്. അതുകൊണ്ടാണ് അതിന് മുൻഗണന കൊടുത്തത്. ലിഅന്നൽ മഖ്സൂദ ഹുന മഹ്വുഹ, തിന്മ മായ്ച്ചു കളയൽ എന്നതാണ് ഇവിടെ നമ്മുടെ വിഷയം. അതുകൊണ്ടാണ് ഫസാറ കഖൗലിഹി ഫി ബൗലിൽ അറാബി, ഇതുമായി സാമ്യമുള്ള മറ്റൊരു ഹദീസാണ്. ഒരു അറാബി മസ്ജിദിൽ മൂത്രം വെച്ച സംഭവം നമുക്കറിയാം. മസ്ജിദ് നബവി പിന്നെ വിശ്വാസം പറഞ്ഞത് എന്താണ്? സുബ്ബു അലൈഹി ദനൂബ മിമ്മ, ഒരു പാത്രം വെള്ളം ആ മൂത്രം വെച്ച സ്ഥലത്ത് വെച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പൊ സുബ്ബു ദനൂബ മിനൽ മാഇ അലൈഹി എന്നല്ല പറഞ്ഞത്. നേരെ മറിച്ച് സുബ്ബു അലൈഹി ദനൂബ മിനൽ മാ, ആ മൂത്രത്തിൽ നിങ്ങളുടെ പാത്രം വെള്ളം വയ്ക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ മൂത്രത്തിന്റെ ആ സാന്നിധ്യം, അത് പരിഹരിക്കലാണ് വിഷയം. അതുകൊണ്ടാണ് അതിന് മുൻഗണന കൊടുത്തത്. ഈ രണ്ടു രൂപത്തിലും പറയാം. പക്ഷെ എന്ത് ചെയ്തു? നമ്മുടെ പ്രസക്തമായ പദത്തെ ആദ്യം പറഞ്ഞു എന്ന് മാത്രം. സാന്ദർഭികമായി ശേഖ് പറഞ്ഞതാണ്. വയംബഗി അൻ തകൂനൽ ഹസനാതു മിൻ ജിൻസി സയ്യിആത്ത്. ഇനി ഇങ്ങനെ ഒരു തിന്മ ചെയ്തതിന് പരിഹാരമായിക്കൊണ്ട് നമ്മൾ നന്മകൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? യംബഗി അൻ തകൂനൽ ഹസനാതു മിൻ ജിൻസി സയ്യിആത്ത്, എന്ത് പാപമാണോ നമ്മൾ ചെയ്തത് അതിന്റെ ജിൻസിൽപ്പെട്ട, അതേ വകുപ്പിൽപ്പെട്ട നന്മകൾ വർദ്ധിപ്പിക്കുക. അപ്പൊ ഇതാണ് നാലാമത്തെ ഖാഇദ. ഈ കിതാബിൽ ശൈഖുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന നാലാമത്തെ ഖാഇദ. അതെന്താണ്? അൽ ഹസനതു തംഹു സയ്യിഅ അബ്ലഗു മാ തകൂനു ഇദാ കാനത് മിൻ ജിൻസിഹാ. നന്മ തിന്മയെ മായ്ച്ചു കളയും. അത് ഒരേ ഇനത്തിൽപ്പെട്ട നന്മയാണെങ്കിൽ കൂടുതൽ ശക്തമായി അത് തിന്മയെ മായ്ച്ചു കളയും. അതാണ് തിന്മയെ മായ്ച്ചു കളയാൻ കൂടുതൽ നല്ലത്. ഉദാഹരണത്തിന്, ഒരാൾ കുടുംബബന്ധം മുറിച്ചവനായിരുന്നു, തന്റെ രക്തബന്ധുക്കളോട് തെറ്റി നടന്നവനായിരുന്നു. അവൻ അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയാൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഈ തിന്മക്ക് അതിന് പരിഹാരമായിട്ട് എന്ത് ഹസനത്താണ് അവൻ ചെയ്യേണ്ടത്? കുടുംബബന്ധം കൂടുതലായി ചേർക്കുക. അതാണ് അതിനുള്ള പരിഹാരം. ഫഇന്നഹു അബ്ലഗു ഫിൽ മഹ്വി വദ്ദുനൂബ് യസൂലു മൂജബുഹാ ബിഅശ്യാ. ഫഇന്നഹു അബ്ലഗു ഫിൽ മഹ്വ്. അങ്ങനെ ചെയ്താൽ, എന്ത് തെറ്റാണ് ചെയ്തത് അതേ വകുപ്പിൽപ്പെട്ട നന്മകൾ ചെയ്യാൻ തുടങ്ങിയാൽ ആ തെറ്റിനെ പരിഹരിക്കുന്നത് കൂടുതൽ നടക്കും. കൂടുതലായി അത് ആ പാപത്തിന്റെ അടയാളങ്ങളെ മായ്ച്ചു കളയും. ഒരാൾ ഹറാമിലേക്ക് നോക്കുന്നവനായിരുന്നു, തിന്മകൾ കണ്ണുകൊണ്ട് ചെയ്യുന്നവനായിരുന്നു. എന്ത് ചെയ്യുക? ആ കണ്ണുകൊണ്ട് ഖുർആൻ മുസ്ഹഫ് എടുത്ത് ഖുർആൻ ഓതുക. അതുപോലെ ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിച്ചിരുന്നവനാണ്. അപ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ പണം ചെലവഴിക്കുക, സദഖ ചെയ്യുക. ഇങ്ങനെ എന്ത് തെറ്റാണോ ചെയ്തത് അതേ ഇനത്തിൽപ്പെട്ട നന്മകൾ ചെയ്യുക. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുകയാണ്, തിന്മകളെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അദ്ദേഹം കൂടുതൽ വിശദീകരിക്കുകയാണ്. വദ്ദുനൂബു, പാപങ്ങൾ എന്ന് പറയുന്നത്, യസൂലു മൂജബുഹ, പാപങ്ങളുടെ അനന്തരഫലങ്ങൾ നീങ്ങിപ്പോകും.
ബിഅഷ്യ, പല കാരണങ്ങൾ കൊണ്ട്. അഹദുഹ അത്തൗബ, ഒന്നാമത്തേത് തൗബയാണ്. അപ്പൊ പാപങ്ങൾ എങ്ങനെയൊക്കെ പരിഹരിക്കാം? ഈ ഹദീസിൽ അതിനുള്ള ഒരു മാർഗം പറഞ്ഞു, അത്ബിഇ സയ്യിഅത്തുൽ ഹസന. ആ പാപത്തിന് ശേഷം ഒരു നന്മ ചെയ്താൽ പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പൊ ഇബ്നു തൈമിയ്യ എന്ത് ചെയ്യാണ്? സാന്ദർഭികമായി പാപങ്ങളെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ വിശദീകരിച്ചു തരികയാണ്. ഒന്നാമത്തേത് തൗബയാണ്. തൗബയുടെ ഹുക്ം എന്താണ്? തൗബ ചെയ്യുക എന്നതിന്റെ ഹുക്ം എന്താണ്? വാജിബാണ് തൗബ എന്ന് പറയുന്നത്. അല്ലാഹു തആല പറഞ്ഞു, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലക്കും തുഫ്ലിഹൂൻ. തൂബു ഇലല്ലാഹി ജമീഅൻ, നിങ്ങൾ എല്ലാവരും തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുക. അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ നിങ്ങൾ എല്ലാവരും തൗബ ചെയ്യുക. നമുക്കറിയാം, ഉസൂൽ ഫിഖ്ഹിൽ അറിയപ്പെട്ട കായിദയാണ്. എന്താണ്? അല്ലാഹു തആല ഒരു കാര്യം കൽപ്പിച്ചാൽ അത് വാജിബാണ് എന്നതാണ് അടിസ്ഥാന നിയമം. മറ്റെന്തെങ്കിലും തെളിവില്ലെങ്കിൽ, അത് സുന്നത്താണ് എന്നറിയിക്കുന്ന മറ്റെന്തെങ്കിലും ഒരു തെളിവില്ലെങ്കിൽ അക്കാര്യം വാജിബാണ്. തൂബു ഇലല്ലാഹ് എന്ന് അല്ലാഹു കൽപ്പിച്ചാൽ തൗബ വാജിബായി. അപ്പൊ തൗബ ചെയ്യൽ എല്ലാ മുസ്ലിമീങ്ങൾക്കും വാജിബാണ്. ഇത് ഉലമാക്കളുടെ ഇജ്മാ ഉള്ള കാര്യമാണ്. നവവി റഹിമഹുല്ലാഹ്, ഇബ്നു തൈമിയ്യ അതുപോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ് തൗബ എന്ന് പറയുന്നത് വാജിബാണ് എന്ന കാര്യം. അപ്പോ ഒരാളൊരു തെറ്റ് ചെയ്താൽ, ഒരാൾ ഒരു ഹറാമായ കാര്യം കണ്ടു, അല്ലെങ്കിൽ മദ്യപിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനുള്ള ശിക്ഷയുണ്ട്, തൗബ ചെയ്യാത്തതിന് വേറെ ശിക്ഷയുണ്ടാകും. കാരണം തൗബ ചെയ്യൽ വാജിബാണ്. അപ്പൊ തൗബ അതിന്റെ ഹുക്മ് വാജിബാണ് എന്നുള്ളതാണ്. എന്താണ് തൗബ എന്ന് പറയുന്നത്? തൗബ എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ആ ചെയ്ത തെറ്റ് അവസാനിപ്പിക്കുക. അൽ-ഇഖ്ലാഉ അനിദ്ദംബ്, ആ ചെയ്ത തെറ്റ് അവിടെ നിർത്തുക. വൽ അസ്മു അലാ അദമിൽ ഔദ, ഇനി ഇത് ചെയ്യുകയില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. മൂന്നാമത്തേത് വന്നദമു അലദ്ദംബ്, ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുക. ഈ 3 കാര്യങ്ങളാണ് തൗബ എന്ന് പറയുന്നത്. ഇത് 3 ചെയ്താൽ തൗബയായി. ഇനി ഇതിൽ ആളുകൾക്ക് സംശയമുള്ള ഒരു കാര്യമാണ്, അതിലേക്ക് മടങ്ങുകയില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ തൗബ ചെയ്തിട്ട് പിന്നെയും തെറ്റ് ചെയ്താലോ? അപ്പൊ അത് ആ തൗബ ശരിയല്ല എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, ഈ തെറ്റിന് ചെയ്യുകയില്ല എന്ന് മനസ്സിൽ തീരുമാനിക്കലാണ് അൽ അസ്മു അല അദമിൽ ഔദ, മടങ്ങുകയില്ല എന്ന് ഉറപ്പിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിൽ വിചാരിക്കുക എന്നുള്ളതാണ്. തെറ്റിൽ ഉറച്ചു നിൽക്കുക, അൽ ഇസ്റാറു അല ദംബ് എന്ന് പറയുന്നത് അത് മനസ്സുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഒരു തെറ്റ്, അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഖൽബിന്റെ പ്രവൃത്തിയാണ്. ഉദാഹരണത്തിന്, ഒരാൾ ഇപ്പോ ഒരു തെറ്റ് ചെയ്തു, നഊദു ബില്ലാഹ്, ഒരാള് മോഷ്ടിച്ചു എന്ന് വിചാരിക്കുക, മറ്റൊരാളുടെ സമ്പത്ത് അപഹരിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാസിയത്ത് ചെയ്തു, ഒരു കൊലപാതകം ചെയ്തു, എന്തൊരു തെറ്റാണെങ്കിലും വലിയൊരു തെറ്റ് ചെയ്തു. അയാൾ തൗബ ചെയ്യുന്നു, ഇനി ഞാനിത് ആവർത്തിക്കയില്ല എന്ന് മനസ്സിൽ തീരുമാനിച്ചു. ആ ചെയ്ത തെറ്റോടെ അവസാനിപ്പിച്ചു, അതിൽ ദുഃഖിച്ചു, വിഷമിച്ചു, തൗബ പൂർത്തിയായി. പിറ്റേ ദിവസം അയാൾ ഇതേ തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ ഇയാൾ ഒരു പാപത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ്, അയാളുടെ തൗബ ശരിയായിട്ടില്ല, ഇനി മടങ്ങുകയില്ല എന്ന തീരുമാനം അയാൾ അത് ലംഘിച്ചിരിക്കുന്നു. അയാൾ മുസിറാണ്, മടങ്ങുകയില്ല എന്ന തീരുമാനം അത് ലംഘിച്ചാൽ അവനെയാണ് മുസിർ എന്ന് പറയുക, പാപങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവൻ. അപ്പൊ ഇസ്റാർ, തെറ്റുകളിൽ ഉറച്ചു നിൽക്കൽ എന്നത് ചെയ്തിട്ടുണ്ടോ ഈ വ്യക്തി? ഇല്ല. കാരണം നമ്മൾ പറഞ്ഞു, ഇസ്റാർ എന്ന് പറയുന്നത്, പാപത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഖൽബ് കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്, മനസ്സുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇയാളുടെ മനസ്സിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഇനി മടങ്ങയില്ല എന്നായിരുന്നു. പിറ്റേ ദിവസം അയാൾ തെറ്റ് ചെയ്തു. ഇനി വേറെ ഒരാൾ, അയാൾ തൗബ ചെയ്തപ്പോ കൊലപാതകിയാണ്, അല്ലെങ്കിൽ ഈ ആദ്യത്തെ വ്യക്തി ചെയ്ത അതേ തെറ്റാണ് ഇയാളും ചെയ്തിട്ടുള്ളത്. പക്ഷെ അയാൾ ആ തെറ്റവിടെ നിർത്തി, അതിൽ ദുഃഖിക്കുകയും ചെയ്തു. പക്ഷെ ഇനി ഒരിക്കലും ഞാൻ ഈ തെറ്റ് ചെയ്യുകയില്ല എന്നുള്ള തീരുമാനം എടുത്തിട്ടില്ല. ഇനി അവസരം കിട്ടിയ ഇനിയും കൊല്ലും, ദുഃഖം ഉണ്ടാവുകയില്ല. ദുഃഖമുള്ള ഒരാൾ ഇനി അത് ചെയ്യും എന്ന് തീരുമാനം എടുക്കില്ല. അപ്പോൾ ഇയാളുടെ മനസ്സിലുള്ളത് എന്ത് മാത്രമാണ്? ആ തെറ്റ് ഞാൻ നിർത്തിയെന്ന് മാത്രം, തൽക്കാലം നിർത്തിയിരിക്കുന്നു, ഇനി അവസരം കിട്ടി ഇനിയും ചെയ്യണം എന്നൊരാൾ വിചാരിച്ചു എന്ന് കരുതാം. രണ്ടാമത്തെ ഒരാൾ, ആദ്യത്തെ ആള് ഇനി ഒരിക്കലും ഈ തെറ്റ് ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ചു, തൗബ ചെയ്തു, പിറ്റേ ദിവസം വീണ്ടും ചെയ്തു. രണ്ടാമത്തെ ആള് ഇനിയും ചെയ്യും എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ആ തെറ്റ് അവസാനിപ്പിച്ചു. തൗബയല്ല, ആ തെറ്റ് അവസാനിപ്പിച്ചു. അപ്പൊ ഈ രണ്ടാമത്തെ വ്യക്തിക്ക് പിന്നീട് അവസരം കിട്ടിയില്ല എന്ന് വിചാരിക്കും, മരണം വരെ ഈ തെറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടില്ല. എന്നാലും അവൻ മുസിറാണ്, അവൻ തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവനാണ്, പാപത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ്. ആദ്യത്തെ ആൾ 1, 2, 8, 10 പ്രാവശ്യം ഇതേ തെറ്റ് വീണ്ടും വീണ്ടും ചെയ്തു. പക്ഷെ മനസ്സിൽ അപ്പോഴൊക്കെ ഇനി ഇത് ആവർത്തിക്കരുത് എന്നുള്ള ചിന്തയുണ്ട്. ഇതിൽ ആരാണ് പാപത്തിൽ ഉറച്ചു നിന്നവൻ? ഒന്നാമത്തെ ആളാണോ രണ്ടാമത്തെ ആളാണോ? രണ്ടാമത്തെ ആളാണ്. അപ്പൊ ഇതാണ് തൗബ എന്ന് പറയുന്നത്. തൗബയുടെ ഷർത്ത് എന്താണ്? ഇനി അതിലേക്ക് മടങ്ങുകയില്ല എന്ന തീരുമാനമാണ്. മടങ്ങുകയില്ല എന്നതല്ല. മടങ്ങാതിരിക്കൽ നമ്മുടെ പ്രവൃത്തിയാണ്, അത് സംഭവിക്കാം സംഭവിക്കാതിരിക്കാം. പക്ഷെ മടങ്ങുകയില്ല എന്നുള്ള തീരുമാനം മനസ്സിലെടുക്കുന്ന
മനസ്സുകൊണ്ടുള്ള പ്രവൃത്തിയാണ്. അതാണ് ആവശ്യം തഖ്വക്ക്. ഒരു ഹദീസിൽ ഇത് വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ്, ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്ന അബ്ദൻ അസാബ ദംബൻ, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു. ഫഖാല റബ്ബി അദ്നബ്തു, എന്നിട്ട് അവൻ പറയുന്നു, റബ്ബേ ഞാൻ ഇതാ പാപം ചെയ്തിരിക്കുന്നു, ഫഗ്ഫിർലി, എനിക്ക് പുറത്തു തരണം. ഫഖാല റബ്ബുഹു, അപ്പോൾ അല്ലാഹു തആല പറയും, അഅലിമ അബ്ദി അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ വയഖുദു ബിഹി, പാപങ്ങൾ പുറത്തു കൊടുക്കുകയും പാപത്തിന്റെ പേരിൽ ശിക്ഷിക്കുകയും ചെയ്യാൻ കഴിവുള്ള ഒരു റബ്ബുണ്ട് എന്ന് ഇവൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഗഫർതു ലി അബ്ദി, അവൻ ഞാൻ പുറത്തു കൊടുത്തിരിക്കും. സുമ്മ മകസ മാ ശാ അല്ലാഹ്, പിന്നെ കുറച്ചു കാലം അങ്ങനെ മുന്നോട്ട് പോയി. സുമ്മ അസാബ ദംബൻ, പിന്നെയും അവൻ തെറ്റ് ചെയ്തു. ഫഖാല റബ്ബി അദ്നബ്തു, വീണ്ടും അവൻ പറയുന്നു, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹുവിനോട് പറയുന്നു. ഫഖാല, അപ്പോൾ അല്ലാഹു തആല പറയും, അഅലിമ അബ്ദി അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ വയഖുദു ബിഹി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാപങ്ങൾ പൊറുക്കുന്ന അല്ലെങ്കിൽ ശിക്ഷിക്കാൻ കഴിവുള്ള റബ്ബുണ്ട് എന്നവന് അറിയാമെങ്കിൽ ഗഫർതു ലി അബ്ദി, ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു. പിന്നെയും ആവർത്തിച്ചു, മൂന്നാമതും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നു. എന്നിട്ട് അവസാനം ഈ ഹദീസിൽ പറയുന്നത്, അല്ലാഹു തആല പറയും, ഗഫർതു ലി അബ്ദി ഫല്യഅമൽ മാ ഷാ, ഞാൻ എന്റെ അടിമക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു, അവൻ എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ ചെയ്തുകൊള്ളട്ടെ. അതിന്റെ അർത്ഥം തെറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, നേരെ മറിച്ച് ഇതുപോലെയാണ് അവൻ തെറ്റ് ചെയ്യുന്നതെങ്കിൽ, ഓരോ പ്രാവശ്യം തെറ്റ് ചെയ്യുമ്പോൾ അവൻ തൗബ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യവും പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇതാണ് തൗബയുടെ അവസ്ഥ. എന്നാൽ ഇതൊരിക്കലും തെറ്റ് ചെയ്യാനുള്ള പ്രോത്സാഹനമല്ല. തൗബ ചെയ്യാം എന്ന് വിചാരിച്ച് തെറ്റ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ആ തൗബ ആയിട്ടില്ല. നേരെ മറിച്ച് ഇനി തെറ്റ് ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ച് തൗബ ചെയ്തിട്ട് വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ നിരാശരാകേണ്ടതില്ല എന്നാണ് ഈ ഹദീസിന്റെ ആശയം. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ലാ കബീറത മഅൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ ചെയ്താൽ വൻപാപമില്ല, ഏത് വൻപാപവും ഇല്ലാതായി പോകും, ഒരു വൻപാപവും നിലനിൽക്കുകയില്ല ഇസ്തിഗ്ഫാറിന്റെ മുന്നിൽ. വലാ സഗീറത മഅൽ ഇസ്റാർ, ആ തെറ്റ് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ, ഇസ്റാർ, ആ തെറ്റിൽ ഉറച്ചു നിന്നാൽ ചെറുപാപം അത് ഇല്ലാതെയാകും, അഥവാ അത് വൻപാപമായി മാറും. അപ്പൊ ചെറുപാപം തന്നെ അതിൽ ഉറച്ചു നിന്നാൽ, എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നാൽ അത് വൻപാപമായി മാറും. ഇസ്തിഗ്ഫാർ ചെയ്താൽ വൻപാപവും ഇല്ലാതെയാകും, പൊറുക്കപ്പെടും. അപ്പൊ ആ തെറ്റിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും അപകടം. തെറ്റ് ചെയ്യരുത്, പക്ഷെ തെറ്റ് ചെയ്താൽ ഉടനെ ഒരാൾ തൗബ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗബ സ്വീകരിക്കും. ഇതാണ് ഒന്നാമത്തെ മാർഗം, തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം, അല്ലെങ്കിൽ തെറ്റുകളുടെ ഫലം ഇല്ലാതെയാക്കുന്ന, അതിന്റെ ഫസാദ് പരിഹരിക്കുന്ന, അതുകൊണ്ടുള്ള ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം തൗബ. രണ്ടാമത്തെ മാർഗം അൽ ഇസ്തിഗ്ഫാറു മിൻ ഗൈരി തൗബ. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുകയാണ്, തൗബ ഇല്ലാതെ ഇസ്തിഗ്ഫാർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ തെറ്റിനെ കുറിച്ച് അവൻ ആ തെറ്റ് നിർത്തുകയോ ദുഃഖിക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, തെറ്റ് തുടരുകയാണ്. പക്ഷെ അല്ലാഹു പുറത്തു തരണേ എന്ന് അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അതിനാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. ഫഇന്നല്ലാഹ തആല ഖദ് യഗ്ഫിറു ലഹു ഇജാബതൻ ലിദുആഇഹി വഇൻ ലം യതുബ്, അല്ലാഹു തആല അവന് പുറത്തു കൊടുത്തേക്കാം, അവന്റെ ദുആ സ്വീകരിച്ചുകൊണ്ട്, അല്ലാഹുവെ പൊറുക്കണമേ എന്നുള്ള ഈ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് അല്ലാഹുവിന് പുറത്തു കൊടുക്കാം, പുറത്തു കൊടുക്കാതിരിക്കാം. ഫഇദ ഇജ്തമഅത് തൗബത്തു വൽ ഇസ്തിഗ്ഫാർ ഫഹുവൽ കമാൽ, തൗബയും ഇസ്തിഗ്ഫാറും ഒരുമിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും പൂർണ്ണത, കമാൽ. തെറ്റ് അവസാനിപ്പിക്കുകയും അതിൽ ഖേദിക്കുകയും ചെയ്യുക, അതോടൊപ്പം ഇസ്തിഗ്ഫാർ ചെയ്യുക. മൂന്നാമത്തെ മാർഗം അൽ അഅ്മാലുസ് സാലിഹത്തുൽ മുകഫിറ, തിന്മയെ മായ്ച്ചു കളയുന്ന തരത്തിലുള്ള സ്വാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കുക. സ്വാലിഹായ അമലുകൾ നമ്മൾ ചെയ്ത തിന്മകളെ മായ്ച്ചു കളയും. അല്ലാഹു തആല പറഞ്ഞു, ഇന്നൽ ഹസനാത്ത് യുദ്ഹിബ്ന സയ്യിആത്ത്, തീർച്ചയായും നന്മകൾ തിന്മകളെ നീക്കുന്നതാണ്. ഈ നന്മകൾ ഏത് തിന്മയാണ് നീക്കുക? വൻപാപങ്ങളെയും പരിഹരിക്കുമോ? വൻപാപങ്ങൾ പൊറുക്കാൻ കാരണമാകുമോ? അതോ ചെറുപാപങ്ങൾ മാത്രമേ പുറത്തു കിട്ടുകയുള്ളൂ? രണ്ട് അഭിപ്രായമുണ്ട് പണ്ഡിതന്മാർക്ക്. പക്ഷേ ഈ വിഷയത്തിൽ ശരിയായിട്ടുള്ളത് എന്താണ്? വൻപാപങ്ങൾ പൊറുക്കുകയില്ല, ചെറുപാപങ്ങൾ മാത്രമാണ് സ്വാലിഹായ അമലുകൾ കൊണ്ട് പൊറുക്കുകയുള്ളൂ. രണ്ട് തെളിവുകൾ അതിനുണ്ട്. ഒന്ന്, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസ്, എല്ലാവർക്കും അറിയാവുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അസ്സലാത്തുൽ ഖംസ് വൽ ജുമുഅത്തു ഇലാ ജുമുഅ വറമദാനു ഇലാ റമദാൻ, 5 നേരത്തെ നമസ്കാരം, വെള്ളിയാഴ്ച ജുമുഅ, അതുപോലെ റമദാൻ, അടുത്ത റമദാൻ വരെ, ഈ 3 കാര്യങ്ങളും അടുത്ത അവധി വരെ, 5 നേരത്തെ നമസ്കാരം, ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരം വരെ, ജുമുഅ അടുത്ത ജുമുഅ വരെ, റമദാൻ അടുത്ത വർഷത്തെ റമദാൻ വരെ എന്ത് ചെയ്യും? അതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കാൻ കാരണമാകും എന്ന് പറഞ്ഞു. കഫാറാത്തുൻ മുകഫിറാത്തുൻ മാ ബൈനഹുന്ന ഇദാ ജ്തുനിബൽ കബായിർ, വൻപാപങ്ങൾ ഉപേക്ഷിച്ചാൽ ചെറുപാപങ്ങൾ പൊറുക്കാൻ ഈ കാര്യങ്ങൾ മതി. നമസ്കാരം മതി, നോമ്പ് മതി, ജുമുഅ മതി. അപ്പൊ നമസ്കാരമാണ് ഏറ്റവും വലിയ അമൽ. അതിലും വലിയൊരു സാലിഹായ അമലില്ല.
തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ നമസ്കാരമാണ് ഏറ്റവും വലിയ അമൽ. അത് കാരണം വൻപാപങ്ങൾ പൊറുക്കുകയില്ലെങ്കിൽ പിന്നെ മറ്റുള്ള അമൽ കൊണ്ട് ഒരു വൻപാപവും പൊറുക്കുകയില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കാം. ഇതാണ് തെളിവ്. രണ്ടാമത്തെ തെളിവ് ഇക്കാര്യത്തിൽ ഇജ്മാ ഉണ്ട്, മുൻഗാമികൾ ഏകോപിച്ചിട്ടുണ്ട് എന്ന് ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ പറഞ്ഞത് കാണാം. അപ്പോൾ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുള്ള കാര്യമാണ് സ്വാലിഹായ അമലുകൾ കൊണ്ട് വൻപാപങ്ങൾ പൊറുക്കുകയില്ല എന്നുള്ളത്. അതിന്റെ അർത്ഥം എന്താണ്? തൗബ ചെയ്യാത്ത അവസ്ഥയിലാണ് പറയുന്നത്. തൗബ ചെയ്താൽ പൊറുക്കും എന്നതിൽ ഇജ്മാ ഉണ്ട്. ഒരാൾ തൗബ ചെയ്താൽ അല്ലാഹു തആല ആ പാപം പൊറുക്കും, അതിൽ തർക്കമില്ല. തൗബ ചെയ്യാതിരുന്നാൽ വൻപാപങ്ങൾ അല്ലാഹു തആല പൊറുക്കുകയില്ല, സ്വാലിഹായ അമലുകൾ കാരണം. എന്നാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അവൻ പുറത്തേക്കാം, അത് വിശാലമാണ്, അതിന് പരിധികളില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. ശിർക്കല്ലാത്ത പാപങ്ങളെല്ലാം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കാം. പക്ഷെ സ്വാലിഹായ അമല് കൊണ്ട് ഇവൻ സുന്നത്ത് നമസ്കരിച്ചിരിക്കുന്നു, അതുകൊണ്ട് കള്ളുകുടിച്ചത് പുറത്തിരിക്കുന്നു എന്നത് സംഭവിക്കുകയില്ല. ഇനി ഇങ്ങനെയുള്ള സ്വാലിഹായ അമലുകൾ, നമ്മുടെ തിന്മകൾ മായ്ച്ചു കളയുന്ന തരത്തിലുള്ള അമലുകളെ രണ്ടായി വേർതിരിക്കാൻ സാധിക്കും. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തുടർന്ന് പറയുന്നു, ഇമ്മൽ കഫാറത്തുൽ മുഖദ്ദറ, ഒന്ന് അളവ് നിശ്ചയിക്കപ്പെട്ട കഫാറത്തുകൾ, പ്രായശ്ചിത്തങ്ങളുണ്ട്. ഏതുപോലെ കമാ യുകഫിറുൽ മുജാമിഉ ഫി റമളാൻ വൽ മുദാഹിർ വൽ മുർതകിബു ലിബഅദ് മഹ്ദൂറാത്തിൽ ഹജ്ജ് ഔ താരിഖു ബഅദ് വാജിബാതിഹി ഔ ഖാതിലുസ് സ്വൈദ്. 4-5 ആളുകൾ പറയുകയാണ്. ഒന്ന് റമളാനിൽ ഭാര്യയുമായി ബന്ധപ്പെട്ടവൻ, ളിഹാർ ചെയ്തവൻ, ഹജ്ജിന്റെ മഹ്ദൂറാത്ത് ഹറാമിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തവൻ, അല്ലെങ്കിൽ ഹജ്ജിന്റെ വാജിബുകൾ ഉപേക്ഷിച്ചവൻ, അല്ലെങ്കിൽ ഹജ്ജിന്റെ സമയത്ത് വേട്ടയാടിയവൻ. ഇതൊക്കെ വിലക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇത് ചെയ്യുന്നവർക്ക് നിശ്ചയിക്കപ്പെട്ട കഫാറത്തുകളുണ്ട്, പ്രായശ്ചിത്തമായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഈ പ്രായശ്ചിത്ത കർമ്മങ്ങൾ? 4 കാര്യങ്ങളാണ് ഇസ്ലാമിൽ പ്രായശ്ചിത്തമായിട്ടുള്ളത്. വഹിയ അർബഅത്തു അജ്നാസ്, 4 വർഗ്ഗങ്ങളാണ്, 4 ഇനങ്ങളാണ് പ്രായശ്ചിത്തമായിട്ടുള്ളത്. ഹദിയുൻ വഅത്ഖുൻ വസദഖത്തുൻ വസിയാം. ഹദി എന്ന് പറഞ്ഞാൽ ബലി. ബലി എപ്പോഴാണ്? ഹജ്ജിന്റെ വാജിബാത്തുകൾ ഉപേക്ഷിച്ചാൽ ബലികർമ്മം നിർബന്ധമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ നസിയ നുസുകൻ ഔ തറകഹു ഫൽയുഹ്രിഖ് ദമൻ. ഹജ്ജിന്റെ എന്തെങ്കിലും ഒരു നിർബന്ധ കർമ്മം ഉപേക്ഷിച്ചാൽ ബലിയർക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തേത് ഹദി, രണ്ടാമത്തേത് ഇത്ഖ്. ഇത്ഖ് എന്ന് പറഞ്ഞാൽ അടിമയെ മോചിപ്പിക്കൽ. മൂന്നാമത്തേത് സദഖ, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കൽ, വസ്ത്രം കൊടുക്കൽ, ഇങ്ങനെയുള്ള സദഖ. വസിയാം, നോമ്പ് നോൽക്കൽ. ഈ 3 കാര്യങ്ങളും, അടിമയെ മോചിപ്പിക്കലും സദഖയും സിയാമും, ഇത് 3ഉം ളിഹാറിന്റെ കഫാറത്തിൽ പറഞ്ഞിട്ടുണ്ട്, ളിഹാറിന്റെ പ്രായശ്ചിത്തമായി പറഞ്ഞിട്ടുണ്ട്. ഹജ്ജിന്റെ വാജിബാത്തുകൾ ഉപേക്ഷിച്ചാൽ ഹദി, ബലികർമ്മം. അപ്പൊ ഇതാണ് നിശ്ചയിക്കപ്പെട്ട അളവ് നിശ്ചയിക്കപ്പെട്ട കഫാറത്തുകൾ, പ്രായശ്ചിത്ത കർമ്മങ്ങൾ. രണ്ടാമത്തെ ഇനം അമലുകൾ, നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുന്ന സ്വാലിഹായ അമലുകൾ 2 തരത്തിലുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് കഫാറത്തുൽ മുഖദ്ദറ, ഇങ്ങനെ നിശ്ചയിക്കപ്പെട്ട ഇന്ന തെറ്റിന് ഇന്ന പ്രായശ്ചിത്തം എന്ന് പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ. അല്ലെങ്കിൽ അൽ കഫാറത്തുൽ മുത്ലഖ, നിരുപാധികമായിട്ടുള്ള പ്രായശ്ചിത്തമായ പ്രവൃത്തികൾ. അതെന്താണ്? സ്വാലിഹായ എല്ലാ അമലുകൾ. അതാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞത്. കമാ ഖാല ഹുദൈഫ ലി ഉമർ. ഇബ്നു തൈമിയ്യ പറയുകയാണ്, ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ. എന്താണ് പറഞ്ഞത്? ഉമർ റളിയല്ലാഹു അൻഹു ഫിത്നയെ കുറിച്ച് ചോദിച്ചു. എന്താണ് ഫിത്ന എന്ന് പറഞ്ഞാൽ? അയ്യുക്കും യഹ്ഫദു ഹദീസൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഫിതൻ. ഫിത്നകളെ കുറിച്ചുള്ള ഹദീസ് നിങ്ങൾ ആർക്കാണ് മനഃപ്പാടമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫിത്നത്തുർ റജുലി ഫി അഹ്ലിഹി വമാലിഹി വവലദിഹി. ഒരു മനുഷ്യന് അവന്റെ കുടുംബത്തിലും അവന്റെ സമ്പത്തിലും അവന്റെ സന്താനങ്ങളിലും ഒക്കെ ഫിത്നകൾ ഉണ്ടാകും, പല കുഴപ്പങ്ങളും ഉണ്ടാകും. എന്താണ് കുഴപ്പങ്ങൾ എന്ന് പറയുന്നത്? അവനെ ദീനിൽ നിന്ന് തെറ്റിക്കുന്ന തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ അവന് ശ്രദ്ധ തെറ്റിക്കും, അവനെ ഗഫലത്തിലാക്കും. അവന്റെ കുടുംബം, അവന്റെ സമ്പത്ത്, അവന്റെ മക്കളൊക്കെ അവനെ കൊണ്ട് തെറ്റുകൾ ചെയ്യിപ്പിക്കും, മാസിയത്തുകൾ ചെയ്യിപ്പിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. യുകഫിറുഹ, അതിനെ പരിഹരിക്കും, അതിന് പ്രായശ്ചിത്തമാണ് അസ്സലാത്തു വസ്സിയാമു വസ്സദഖ വൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകർ. സ്വാലിഹായ ഏത് അമലുകൾ, സ്വാലിഹായ അമലുകൾ ചെയ്താൽ ഈ മക്കൾ കാരണം, കുടുംബം കാരണമൊക്കെ നമുക്ക് സംഭവിച്ചു പോകുന്ന തെറ്റുകൾ അല്ലാഹു പുറത്തു തരും. വഖദല്ല അലാ ദാലികൽ ഖുർആൻ വൽ ഹദീസു സിഹാഹ്. ഇങ്ങനെ സൽക്കർമ്മങ്ങൾ തിന്മകളെ മായ്ച്ചു കളയും എന്നത് ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഫി തക്ഫീരി ബിസ് സലവാത്തിൽ ഖംസ് വൽ ജുമുഅ വസ്സിയാം വൽ ഹജ്ജ്. ഈ അമലുകളൊക്കെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകും എന്നത്. വസായിറു അൽ അഅമാലി ലത്തി യുഖാലു ഫിഹാ മൻ ഖാല കദാ വഅമില കദാ ഗുഫിറ ലഹ്. ചില ഹദീസുകൾ കാണാം, ആരാണോ ഇങ്ങനെ ചെയ്യുന്നത് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും, ആരാണോ ഇങ്ങനെ പറയുന്നത് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഔ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അല്ലെങ്കിൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടും. റമദാന്റെ കാര്യത്തിലൊക്കെ വന്നിട്ടുള്ള ഹദീസുകൾ. വഹിയ കസീറത്തുൻ, അത് ധാരാളമുണ്ട്. ലിമൻ തലഖാഹാ മിനസ് സുനൻ, ഹദീസിന്റെ കിതാബുകൾ വായിച്ചാൽ മനസ്സിലാകും. ഇങ്ങനെയുള്ള ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്, ധാരാളം അമലുകളെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്.
ഖുസൂസൻ മാ സുന്നിഫ ഫി ഫളായിലിൽ അമാൽ, പ്രത്യേകിച്ച് അമലുകളുടെ മഹത്വങ്ങൾ വിശദീകരിക്കുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ വായിച്ചാൽ ഇത് മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെ പറയപ്പെട്ടതൊക്കെ നിരുപാധികമായിട്ടുള്ള പ്രായശ്ചിത്തങ്ങളാണ്. അത് നമ്മുടെ പാപങ്ങളെ പൊറുക്കാൻ കാരണമാകും. ചെറുപാപങ്ങളാവണം എന്ന് മാത്രം. വഅലം അന്നൽ ഇനായത ബിഹാദ മിൻ അശദ്ദി മാ ബിൽ ഇൻസാനിൽ ഹാജതു ഇലൈഹി. ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞു നോക്കൂ. വഅലം, നീ അറിയുക, അന്നൽ ഇനായത ബിഹാദ, ഈ കാര്യം പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് പഠിക്കുക എന്നുള്ളത്, അഥവാ മാസിയത്തുകളുടെ അനന്തരഫലങ്ങളെ പരിഹരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ, തൗബ, ഇസ്തിഗ്ഫാർ, സാലിഹായ അമലുകൾ ചെയ്യുക എന്നുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളത് മിൻ അശദ്ദിമ ബിൽ ഇൻസാനിൽ ഹാജത്ത് ഇലൈഹി, മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾപ്പെട്ടതാണ്. കാരണം എന്താണ്? കാരണം ഒരു മനുഷ്യന്റെ എല്ലാ പരാജയങ്ങൾക്കും എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം എന്താണ്? അവൻ ചെയ്ത മാസിയത്തുകളാണ്. ഈ ദുനിയാവിലുള്ള എല്ലാ ഫസാദിന്റെയും കാരണം അല്ലെ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് വളരെ സമാധാനത്തോടു കൂടി ജീവിക്കണം, റാഹത്തോടുകൂടി ജീവിക്കണം, നമ്മുടെ റിസ്ക് വിശാലമാകണം, നമ്മുടെ മക്കൾ നമ്മെ അനുസരിക്കണം, നമ്മുടെ ജോലി നമുക്ക് ഹൈറുള്ളതാകണം, നാട്ടിൽ അമ്ന് സമാധാന നിർഭയത്വം ഉണ്ടാകണം. ഇതൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. ഇങ്ങനെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന സ്വസ്ഥമായ ജീവിതം അത് പലതരത്തിൽ തകരാറിലാകും. രോഗങ്ങൾ, ദാരിദ്ര്യം, മക്കളുടെ അനുസരണക്കേട്, ഇങ്ങനെ പല മുസീബത്തുകൾ നമ്മെ ബാധിക്കും. എല്ലാ മുസീബത്തുകൾക്കുമുള്ള കാരണം മാസിയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? ഈ ആയത്തിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖൗമിന്റെ അവസ്ഥ മാറ്റുക എപ്പോഴാണ്? അഥവാ അവർ ഖൈറിലായി കഴിയുമ്പോൾ അവർക്ക് അല്ലാഹു മുസീബത്തുകൾ കൊടുക്കുക എപ്പോഴാണ്? അതാണ് അവസ്ഥ മാറ്റെന്ന് പറഞ്ഞത്. നല്ല അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുക, അവർക്ക് മുസീബത്തുകൾ, ബലാഅുകൾ ഇറക്കുക എന്ന് പറയുന്നത് എപ്പോഴാണ്? ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, അവരുടെ അവസ്ഥ അവർ മാറ്റുമ്പോഴാണ്. അഥവാ അവര് സാലിഹായ അമലുകൾ വിട്ടിട്ട് മാസിയത്തുകൾ ചെയ്യുമ്പോഴാണ് അവരുടെ അവസ്ഥയിൽ അല്ലാഹു മാറ്റം ഉണ്ടാക്കുക. ഇതാണ് ഈ ആയത്തിന്റെ തഫ്സീർ. അതുപോലെ ധാരാളം ആയത്തുകൾ ഖുർആനിൽ കാണാം. ദഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്ർ ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യരുടെ പാപങ്ങൾ കാരണം കടലിലും കരയിലും ഫസാദ് ഉണ്ടായിരിക്കുന്നു. അപ്പൊ എല്ലാ തരത്തിലുള്ള ഫസാദും, കരയിലും കടലിലും ഉള്ള ഫസാദ് എന്ന് പറഞ്ഞാൽ എല്ലാവിധ ഫസാദുകളും എല്ലാവിധ കുഴപ്പങ്ങളും ഉണ്ടാകുന്നത് ബിമാ കസബത് ഐദിൻ നാസ്, മനുഷ്യൻ ചെയ്യുന്ന ശിർക്കും കുഫറും മാസിയത്തുകളും കാരണമാണ്. ഇനി പ്രത്യേകം ചില മുസീബത്തുകൾ അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. പൊതുവായി ഫസാദ് ഉണ്ടാകുന്നത് മനുഷ്യന്റെ പാപങ്ങൾ കാരണമാണ് എന്ന് പറഞ്ഞു. അതിന് പുറമെ ചില ഫസാദുകൾ എടുത്തു പറഞ്ഞു. വകദാലിക നുവല്ലി ബഅദൽ ളാലിമീന ബഅദൻ ബിമാ കാനൂ യക്സിബൂൻ. അപ്രകാരം ചില അക്രമികളെ മറ്റുള്ള അക്രമികൾക്ക് മേൽ നാം അധികാരപ്പെടുത്തും. ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തിരുന്ന പാപങ്ങൾ കാരണം. അപ്പോ ഭരണാധികാരികൾ ദുഷിക്കുക എന്നുള്ളത് ബിമാ കാനൂ യക്സിബൂൻ, മാസിയത്തുകളുടെ ഫലമാണ്. നുവല്ലി ബഅദൽ ളാലിമീന ബഅദ, ഭരിക്കപ്പെടുന്നവൻ അക്രമിയാണ്. അവന്റെ കുടുംബത്തോടും അവൻ നാട്ടുകാരോടും അവന്റെ സ്വന്തം നഫ്സിനോടും അവന്റെ റബ്ബിന്റെ കാര്യത്തിലും ഒക്കെ ദുൽമാണ് ചെയ്യുന്നത്. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യും? അവന്റെ മേൽ വലിയൊരു ളാലിമിനെ, ഭരണാധികാരിയെ നിശ്ചയിക്കും. രണ്ടു കൂട്ടരും ളാലിമീങ്ങളാണ്. ആ രണ്ട് ളാലിമിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല തമ്മിൽ അടുപ്പിക്കും. അപ്പൊ ഭരണാധികാരികൾ ദുഷിക്കുക എന്നുള്ളത് മനുഷ്യന്റെ പാപങ്ങളുടെ ഫലമാണ്. അവലമ്മ അസാബത്കും മുസീബത്തുൻ, ഉഹദ് യുദ്ധത്തിൽ നിങ്ങൾക്കൊരു മുസീബത്ത് ബാധിച്ചു. ഖദ് അസബത്തും മിസ്ലൈഹ, നിങ്ങൾ ബദറിൽ അതിന്റെ ഇരട്ടി അവർക്ക് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്, അവരോട് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. ഖുൽതും അന്ന ഹാദാ, അങ്ങനെ ഉഹദിൽ പരാജയപ്പെട്ടപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചു? നമ്മൾ സഹാബത്താണ്, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ വേണ്ടി വന്നവരാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവരാണ്, എന്നിട്ട് എങ്ങനെ നമ്മൾ പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ ചോദിക്കുന്നു. ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസികും, അത് നിങ്ങളുടെ മാസിയത്ത് കാരണമാണ്, നിങ്ങൾ ചെയ്ത തെറ്റ് കാരണമാണ്. എല്ലാവർക്കും അറിയാം ഉഹദ് യുദ്ധത്തിലെ കഥ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. നിങ്ങളെ വിജയിപ്പിക്കാൻ കഴിവുള്ളവനാണ്, അതുപോലെ നിങ്ങളെ പരാജയപ്പെടുത്താനും കഴിവുള്ളവനാണ്. അപ്പൊ യുദ്ധത്തിലെ പരാജയം രണ്ടാമത്തെ ഒരു മുസീബത്ത് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതിന്റെ കാരണം ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസികും, നിങ്ങളുടെ കാരണം കൊണ്ടാണ്, നിങ്ങളുടെ മാസിയത്ത് കാരണമാണ്. മൂന്നാമതൊരു ഉദാഹരണം അള്ളാഹു പറയുന്നു സൂറത്ത് നഹ്ലിൽ. വദറബ അല്ലാഹു മസലൻ, അള്ളാഹു രൂപം ഇതാ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഖറിയത്തൻ കാനത് ആമിനത്തൻ മുത്മഇന്ന, നിർഭയത്വമുള്ള അമ്നുള്ള ഒരു നാട്. അമ്ന് എന്ന് പറഞ്ഞാൽ നേരത്തെ ഷെയ്ഖ് പറഞ്ഞതുപോലെ, ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ, അത് നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ. അമ്ന് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാവില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ അത് നഷ്ടപ്പെടണം. അസ്സിഹത്തു താജുൻ അലാ റൂസുൽ അസ്സിഹ ലാ യറാഹ ഇല്ലൽ മർള, രോഗികൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ സിഹത്ത് എന്ന് പറയുന്നത് എന്താണെന്ന്. ആരോഗ്യമുള്ളവൻ അതറിയില്ല എന്താണ് ആരോഗ്യം എന്ന് പറഞ്ഞാൽ. അതുപോലെയാണ് അമ്ൻ എന്ന് പറയുന്നത്. നിർഭയത്വം നഷ്ടപ്പെട്ടാൽ മനസ്സിലാക്കും അതെന്താണ്. യുദ്ധങ്ങൾ നടക്കുന്ന നാടുകളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം എന്തെങ്കിലും ആവശ്യത്തിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തിരിച്ചു വരുമ്പോൾ അവന്റെ വീടില്ല. ഈ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുകയുള്ളൂ.
അപ്പോ അങ്ങനെയുള്ള ഒരു നാടായിരുന്നു, അമ്നുള്ള ഒരു നാടായിരുന്നു, നിർഭയത്വമുള്ള ഒരു നാട്. അവരാഗ്രഹിക്കുന്നത് പോലെ അവരുടെ റിസ്ക് എല്ലാ നാട്ടിൽ നിന്നും അങ്ങോട്ട് എത്തുന്നുണ്ട്. അപ്പൊ അത്രയും സമ്പന്നമായ രാജ്യമാണ്. ഇപ്പൊ ഇന്ന് കാണുന്നില്ലേ, സമ്പന്നരായിട്ടുള്ള രാജ്യങ്ങൾ അവരുടെ നാട്ടിലൊന്നുമില്ലെങ്കിലും ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് അങ്ങോട്ട് വരും. ഇപ്പൊ മരുഭൂമിയായി കിടക്കുന്ന രാജ്യങ്ങളാണ് പലതും ഇന്ന് വളരെ സമ്പന്നന്മാർ. അവരുടെ അടുത്തേക്ക് നമ്മുടെ നാട്ടിൽ നിന്നുള്ള വിഭവങ്ങൾ അങ്ങോട്ട് പോകും. അവരാണ് അനുഭവിക്കുന്നത്. എന്തുകൊണ്ടാണ്? അള്ളാഹു താല അങ്ങനെ അവരെ സംവിധാനിച്ചിരിക്കുന്നു. അത് അങ്ങോട്ട് എത്താനുള്ള മാർഗങ്ങൾ അള്ളാഹു ഉണ്ടാക്കി. അങ്ങനെയുള്ള ഒരു കൗമ്, ഒരു ഗൾഫ് രാജ്യം എന്ന് വിചാരിക്കുക, പണ്ട് കാലത്ത് വളരെ സമ്പന്നന്മാരായിട്ടുള്ള ഒരു രാജ്യം. ഫകഫറത് ബിഅൻഉമില്ലാഹ്, അവർ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിച്ചു, മാസിയത്തുകൾ ചെയ്തു. ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി ബിമാ കാനൂ യസ്നഊൻ, അവർ ചെയ്തിരുന്ന പാപങ്ങൾ നിമിത്തം അള്ളാഹു അവരെ ഭയത്തിന്റെയും വിശപ്പിന്റെയും വസ്ത്രം അണിയിപ്പിച്ചു. എന്താണ് ഭയത്തിന്റെയും വിശപ്പിന്റെയും വസ്ത്രം എന്ന് പറഞ്ഞത്? വസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ മുഴുവൻ തൊട്ടു നിൽക്കുന്നതാണ്. അത് നമ്മൾ വിട്ടു നിൽക്കുന്നില്ല. നമ്മളും ഈ വസ്ത്രവും തമ്മിലൊരു ഗ്യാപ്പില്ല. ഇതുപോലെ അവരെ ചുറ്റി പൊതിഞ്ഞുപോയി. അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ഭയവും അതുപോലെ തന്നെ ദാരിദ്ര്യവും അവരെ ബാധിച്ചു. അപ്പോ യുദ്ധവും ദാരിദ്ര്യവും, നിർഭയത്വം നഷ്ടപ്പെടുന്ന അവസ്ഥയും ദാരിദ്ര്യവും. എന്താണ് കാരണം? ബിമാ കാനൂ യസ്നഊൻ, അവർ ചെയ്തിരുന്ന പാപങ്ങൾ കാരണം. കഫറത് ബിഅൻഉമില്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ചു, അത് കാരണം. അപ്പൊ ഈ 4 മുസീബത്തുകൾ ഖുർആൻ അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അക്രമിയായ ഭരണാധികാരികൾ, യുദ്ധത്തിലെ പരാജയം, അതുപോലെ നിർഭയത്വം നഷ്ടപ്പെടുന്ന അവസ്ഥ, ദാരിദ്ര്യം. ഇതിന്റെയൊക്കെ കാരണം എന്താണ്? അതാത് ആയത്തുകൾ അള്ളാഹു തആല വിശദീകരിച്ചു. അപ്പൊ എല്ലാ മുസീബത്തിന്റെയും കാരണം മാസിയത്തുകളാണ്. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അവിടെ പറഞ്ഞത്, വഅലം അന്നൽ ഇനായത ബിഹാദാ മിൻ അശദ്ദി മാ ബിൽ ഇൻസാനിൽ ഹാജത്തു ഇലൈഹി, മനുഷ്യൻ ഏറ്റവും കൂടുതൽ അറിയേണ്ട കാര്യമാണിത്. മാസിയത്തുകളുടെ അപകടത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? മാസിയത്ത് എന്തായാലും സംഭവിക്കും. ആ സംഭവിച്ചത് കൊണ്ട് ദുരന്തങ്ങളില്ലാതെ എങ്ങനെ രക്ഷപ്പെടാം എന്നത് മനുഷ്യൻ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതൊരു ഖായിദയായിട്ട് നമുക്ക് എഴുതി വെക്കാം. 5ാമത്തെ ഖായിദ, അശദ്ദു മാ യഹ്താജു ഇലൈഹിൽ ഇൻസാൻ മഅരിഫത്തു മുകഫിറാത്തി ദുനൂബ്, പാപങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തുടർന്ന് പറയുന്നു, ഫഇന്നൽ ഇൻസാന മിൻ ഹീനി യബ്ലു, ഒരു മനുഷ്യന് പ്രായപൂർത്തിയാകുന്ന അന്ന് മുതൽ, ഖുസൂസൻ ഫി ഹാദിഹിൽ അസ്മിന വനഹ്വിഹ, പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലം പോലെയുള്ള കാലഘട്ടങ്ങൾ. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ജീവിച്ച കാലം ഒരുപാട് ഫിത്നകളും മുസീബത്തുകൾ ഫസാദുകൾ നിറഞ്ഞ കാലമായിരുന്നു. ദീനിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഹിജ്റ 661 ഇബ്നു തൈമിയ്യ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജനനത്തിന് 6 വർഷം മുമ്പ്, 5 വർഷം മുമ്പ് 656 താർത്താരികൾ ബഗ്ദാദ് കീഴടക്കുന്നത്. അവിടെ ലക്ഷക്കണക്കിന് മുസ്ലിമുകളെ കൊന്നുകളഞ്ഞു. പിന്നീട് അവർ ഭരണം പിടിച്ചെടുത്തു. അങ്ങനെ നാട് മുഴുവൻ അവർ ജനങ്ങളെ പഴപ്പിക്കുകയായിരുന്നു. അവർ മുസ്ലിമാണെന്ന് വാദിച്ചുകൊണ്ട്, ആലോചിച്ച് നോക്കൂ, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് വാദിക്കുകയും എന്നാൽ എല്ലാ ഹറാമുകളും ഹലാലാക്കി ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഭരണവുമായിരുന്നു. അവരെ അന്നത്തെ പണ്ഡിതന്മാർ കാഫിറാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ജീവിച്ചിരുന്നത്. ഇസ്ലാമിക ലോകത്തിന്റെ നല്ലൊരു ശതമാനം താർത്താരികൾ ഭരിക്കുന്ന കാലം. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഈ കാലഘട്ടത്തിലൊക്കെ ജീവിക്കുന്ന ആളുകൾ മിൻ അസ്മിനത്തിൽ ഫതറാത്ത്, ഇത് അഹ്ലുൽ ഫത്രയുടെ കാലം എന്ന് പറയേണ്ടി വരും. നബിമാര് വന്നിട്ട് ഒരു നബി, ആ നബിയുടെ ദഅവത്തിന്റെ കാലം കഴിഞ്ഞ് അടുത്ത നബി വരുന്നതിനിടയിലുള്ള ഗ്യാപ്പ്, അതാണ് അഹ്ലുൽ ഫത്ര എന്ന് പറയുന്നത്. അതുപോലെ അതിനോട് സാമ്യമുള്ള തരത്തിലുള്ള ഇത്തരം കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ, അല്ലത്തി തുഷ്ബിഹുൽ ജാഹിലിയ്യ, ജാഹിലിയത്തിനോട് സാമ്യമുള്ള കാലം, മിൻ ബഅദിൽ വുജൂഹ്, ചില നിലക്ക് നോക്കിയാൽ, ചില വശങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ജാഹിലിയത്തുമായി നല്ല സാമ്യമുള്ള കാലമാണ്. ഇത്തരം കാലങ്ങളിലൊക്കെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ പ്രായപൂർത്തിയാകുന്ന അത് മുതൽ എന്ത് സംഭവിക്കും? ഫൈനൽ ഇൻസാനല്ലദി യൻശഉ ബൈന അഹ്ലി ഇൽമിൻ വദീൻ, ദീനുള്ള ഒരു കുടുംബത്തിലാണെങ്കിൽ പോലും ഖദ് യതലത്തഖു മിൻ ഉമൂരിൽ ജാഹിലിയത്തി ബിഇദ്ദതി അഷ്യാ, ജാഹിലിയത്തിന്റെ പല സ്വഭാവങ്ങളും അവനുണ്ടാകും. ഫകൈഫ ബിഗൈരി ഹാദാ, അപ്പോൾ അവൻ ദീനിയായ ചുറ്റുപാടിലല്ല ജീവിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടെ ഇബ്നു തൈമിയ്യ പറയുന്നത് എന്താണ്? തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഇന്ന് വളരെയധികം പെരുകിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ പരിഹാര മാർഗങ്ങളെ കുറിച്ച് പഠിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ ഇബ്നു തൈമിയ്യയുടെ പ്രയോഗങ്ങൾ നോക്കൂ. അദ്ദേഹം ആലിമായതുകൊണ്ട്, ഇമാമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വളരെ സൂക്ഷ്മതയുണ്ട്. തുഷ്ബിഹുൽ ജാഹിലിയ്യ, ജാഹിലിയത്ത് പോലെയുള്ള കാലം എന്നാണ് പറയുന്നത്. ജാഹിലിയ്യ കാലം എന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ താർത്താരികളാണ് ഭരിക്കുന്നത്, അങ്ങേയറ്റത്തെ ഷർ ഉള്ള കാലമാണ്. എന്നിട്ടും അദ്ദേഹം പറയുന്നത് തുഷ്ബിഹുൽ ജാഹിലിയ, ജാഹിലിയത്തിനോട് സാമ്യമുണ്ടെന്നാണ്. ജാഹിലിയത്ത് എന്ന് പറയുന്നില്ല. കാരണം ജാഹിലിയത്ത് എന്നത് ഒരിക്കലും പിന്നീട് മടങ്ങി വരികയില്ല എന്നുള്ളത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. മുത്തലഖനായിട്ടുള്ള നിരുപാധികമായ ജാഹിലിയത്ത് അതൊരിക്കലും തിരിച്ചു വരികയില്ല. കാരണം എന്താണ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം ഖിയാമത്ത് നാൾ വരെ പരിപൂർണമായ ജാഹിലിയത്ത് ഉണ്ടാവുകയില്ല. ഖിയാമത്തിന്റെ തൊട്ട് മുൻപിലുള്ള അവസ്ഥ മാറ്റി നിർത്തിയാൽ അള്ളാഹ് എന്ന് പറയുന്ന ഒരാളും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകും. അതുവരെ ജാഹിലിയത്ത് പരിപൂർണമായി ഉണ്ടാവുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ഹക്കിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ചെറിയ സംഘമെങ്കിലും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും. ലാ യദുർറുഹും മൻ ഖദലഹും, അവരെ വഞ്ചിക്കുന്ന ആളുകൾ, അവരെ പിന്തുണക്കാതെ കൈവിടുന്ന ആളുകൾ, അവരെ കൊണ്ട് ഇവർക്കൊരു ഉപദ്രവം ഉണ്ടാവുകയില്ല, അതൊന്നും വരെ ബാധിക്കുകയില്ല. ഹത്താ യഅതി അംറുല്ലാഹി വഹും കദാലിക്, അള്ളാഹുവിന്റെ വിധി എത്തുന്നത് വരെ അവരതിൽ ഹക്കിൽ ഉറച്ചു നിൽക്കും. അപ്പൊ ഹക്കിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കക്ഷി എല്ലാ കാലത്തും ഉണ്ടാകും. അതുകൊണ്ട് സമ്പൂർണമായ ജാഹിലിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് ശേഷം ഇല്ല. ഇതറിയാത്തത് കൊണ്ടാണ് ആവേശക്കാരായിട്ടുള്ള പല എഴുത്തുകാരും സയ്യിദ് ഖുത്ബിനെ പോലെയുള്ള ആളുകളൊക്കെ ഇന്നത്തെ മുസ്ലിം ഉമ്മത്ത് ജാഹിലിയത്തിലാണ് ജീവിക്കുന്നത്, ജാഹിലിയത്തുൽ ഖർനിൽ 20-ാം നൂറ്റാണ്ടിന്റെ ജാഹിലിയത്ത് എന്നൊക്കെ പറയുന്നത്. അതൊരിക്കലും ശരിയല്ല. അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മിമ്പറുകളിലും അതുപോലെ തന്നെ മിനാരങ്ങളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേൾക്കുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കേണ്ടതില്ല. ഈ സമൂഹം, മുസ്ലിം സമൂഹം മുഴുവനും മുർത്തദ്ദായിരിക്കുന്നു. ഇന്നത്തെ സമൂഹം, മുസ്ലിം രാജ്യങ്ങളും പ്രദേശങ്ങളും എല്ലാം ജാഹിലിയത്ത്, ആധുനിക ജാഹിലിയത്ത് മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ശർഈയായ ഇൽമില്ല. ഈ ഹദീസ് അറിയുന്ന ഒരാൾ ഒരിക്കലും ഈ വാക്ക് പറയുകയില്ല. ഒരു സംഘം ഹക്കിൽ ഉറച്ചു നിൽക്കും. അതുകൊണ്ട് പരിപൂർണമായ ജാഹിലിയത്ത് എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇബ്നു തൈമിയ്യ തന്നെ ഈ കാര്യം അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിന് പൂർണ്ണമായ ജാഹിലിയത്ത് പിൽക്കാലത്ത് ഉണ്ടാവുകയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം ഉണ്ടാവുകയില്ല എന്നത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത് നോക്കൂ, ഇത്തരം കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ കൂടുതൽ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം തിന്മകൾ പെരുകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഒരു ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ബിറു ഫഇന്നഹു ലാ യഅതി അലൈക്കും സമാനുൻ ഇല്ലാ അല്ലദി ബഅദഹു ശർറുൻ മിൻഹു, നിങ്ങൾ ക്ഷമിക്കുക, സബ്ർ പാലിക്കുക. ഏതൊരു കാലവുമില്ല ഇല്ലാ വല്ലദി ബഅദഹു ശർറുൻ മിൻഹു, അതിനുശേഷം വരുന്ന കാലം അതിനേക്കാൾ മോശമായിട്ടല്ലാതെ. അപ്പൊ നിങ്ങൾക്ക് ഇനി വരാനിരിക്കുന്ന കാലം പല ഷെറും വരാനുള്ളതാണ്, പല ഫിത്നകളും വരാനുള്ളതാണ്. പക്ഷെ നിങ്ങൾ ക്ഷമിക്കുക. ഹത്താ തൽഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅ്തുഹു മിൻ നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ നേരിട്ട് കേട്ടതാണിത്. അപ്പൊ കാലം ചെല്ലുന്തോറും ഫിത്നകൾ വർദ്ധിക്കും, ഷെറ് വർദ്ധിക്കും എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഷെറുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ കുറിച്ച് പഠിക്കുകയാണ് വേണ്ടത്. ഈ പറഞ്ഞതിൽ നിന്ന് ഒരു ഖായിദ നമുക്ക് മനസ്സിലാക്കാം. എന്താണ്? അൽ ജാഹിലിയ തസ്ദാദു സമനം ബഅദ സമൻ, കാലം പിന്നോട്ട് പോകുന്നതിനനുസരിച്ച് ജാഹിലിയത്ത് ശക്തിപ്പെട്ടു വരും, ഷെറ് കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇബ്നു തൈമിയ്യ ഈ പറഞ്ഞ വാക്കിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ഇപ്പൊ നമ്മൾ വായിച്ച ഉദ്ധരണിയിൽ നിന്ന് മറ്റൊരു കാര്യം മനസ്സിലാക്കാം. മറ്റൊരു ഖായിദ, 7ാമത്തെ ഖായിദ, അൽ ജാഹിലിയ ഖദ് തൂജദു ഫീമൻ നശഅ ഫീ ബൈത്തി ഇൽമിൻ വദീൻ, ദീനുള്ള ചുറ്റുപാടിൽ ജീവിച്ച ആളുകൾക്ക് പോലും ജാഹിലിയത്തിന്റെ സ്വഭാവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇബ്നു തൈമിയ്യ പറഞ്ഞതാണ്, ഇത്തരം ഫസാദിന്റെ കാലത്ത് ദീനിയായ ചുറ്റുപാടുകൾ ജീവിക്കുന്നവർക്ക് പോലും ജാഹിലിയത്തിന്റെ സ്വഭാവം ഉണ്ടാകാം. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം അതിനേക്കാൾ അപകടമായിരിക്കും. തുടർന്ന് അദ്ദേഹം പറയുന്നു, വഫി സഹീഹൈൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഹദീസ് അബി സഈദ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ഹദ്വൽ ഖുദ്ദതി ബിൽ ഖുദ്ദ, നിങ്ങൾ നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന സമുദായങ്ങളെ അതുപോലെ പിന്തുടരും. ഹദ്വൽ ഖുദ്ദതി ബിൽ ഖുദ്ദ എന്ന് പറഞ്ഞാൽ അമ്പെയ്യുന്ന ആ അമ്പിന്റെ പിന്നിലുള്ള ഒരു തൂവലുണ്ടാകും. അമ്പ് നേരെ പോകാൻ വേണ്ടി പിടിപ്പിക്കുന്നതാണ്. അതുപോലെയാണ് നിങ്ങൾ അവരെ മുൻഗാമികളെ പിന്തുടരുക. ഈ അമ്പും ഈ തൂവലും അത് എത്ര നേർരേഖയിലാണോ പോകുന്നത് അതുപോലെയായിരിക്കും നിങ്ങൾ മുൻഗാമികളെ പിന്തുടരുക. ഹത്താ ലൗ ദഖലൂ ജഹ്റ ദബ്ബിൻ ലദഖൽതുമൂ, എത്രത്തോളം എന്ന് വെച്ചാൽ അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ നിങ്ങളും അതിൽ പ്രവേശിക്കും. ഖാലു യാ റസൂലല്ലാഹ്, സഹാബത്ത് ചോദിച്ചു, അൽ യഹൂദ് വൻ നസാറ, ഉടുമ്പിന്റെ മാളത്തിൽ കയറാന്ന് പറഞ്ഞാൽ ഈ ഹദീസ് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഉടുമ്പിന്റെ മാളം വളരെ ഇടുങ്ങിയതാണ്, അതിൽ കയറാൻ പ്രയാസമാണ്. അതുപോലെ കയറിയിട്ട് പ്രത്യേകിച്ച് കാര്യവുമില്ല, എന്നാലും കഷ്ടപ്പെട്ട് അതിൽ കയറും. അത്രത്തോളം മുൻഗാമികളെ പിന്തുടരുമെന്നർത്ഥം, പഴയ ഉമ്മത്തുകളെ പിന്തുടരുമെന്നർത്ഥം. സഹാബത്ത് ചോദിച്ചു, അൽ യഹൂദ് വൻ നസാറ, യഹൂദികളും നസാറാക്കളുമാണോ അവരെ പിന്തുടരുമെന്നാണോ ഉദ്ദേശിച്ചത്? ഖാല ഫമൻ, അല്ലാതെ പിന്നെ ആരെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഹാദാ ഖബറുൻ തസ്ദീഖുഹു ഫീ ഖൗലിഹി തആല, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, ഈ പറഞ്ഞ ഹദീസ് ഇത് ഖുർആനിലുള്ള ആശയമാണ്.
ഖുർആനിലും ഇതേ ആശയം വന്നിട്ടുണ്ട്. എന്താണ് ഖുർആനിൽ വന്നിട്ടുള്ളത്? ഫസ്തംതഅതും ബിഖലാഖികും കമസ്തംതഅ അല്ലദീന മിൻ ഖബ്ലികും ബിഖലാഖിഹിം. നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള വിഭവങ്ങളിൽ സുഖിയന്മാരായി ആസ്വദിച്ച് മുഴുകിക്കൊണ്ടിരിക്കുന്നു. ഹറാമും ഹലാലും നോക്കാതെ അള്ളാഹു നൽകിയിട്ടുള്ള വിഭവങ്ങളിൽ ആസ്വാദനങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു. വഖൂതും കല്ലദീ ഖാദു. നിങ്ങളുടെ മുമ്പുള്ളവർക്ക് അള്ളാഹു നൽകിയ വിഭവങ്ങളിൽ അവർ മുഴുകിയതുപോലെ നിങ്ങളും മുഴുകിക്കൊണ്ടിരിക്കുന്നു. വഖൂതും കല്ലദീ ഖാദു. ദീനിന്റെ വിഷയങ്ങളിൽ പാടില്ലാത്ത തരത്തിലുള്ള തർക്കങ്ങളും അനാവശ്യമായ ചർച്ചകളും അവർ നടത്തിയതുപോലെ നിങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ആയത്തിൽ മുൻഗാമികൾ ചെയ്തിട്ടുള്ള 2 പ്രവൃത്തികൾ അത് നിങ്ങളും ചെയ്യുന്നു എന്നാണ് അള്ളാഹു തആല പറയുന്നത്. ഒന്നെന്താണ്? ഫസ്തംതഅതും ബിഖലാഖികും. നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ഭൗതിക വിഭവങ്ങൾ അതിൽ നിങ്ങൾ അത് ആസ്വദിച്ച് സുഖിച്ച് ആഖിറത്ത് മറന്ന് നിങ്ങൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തേത് ഖുൽതും കല്ലദീ ഖാദു. മുൻഗാമികൾ ചെയ്തതുപോലെ ദീനിൽ നിന്ന് നിങ്ങൾ തെറ്റിയ അവസ്ഥയിൽ ദീനിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ശരിയായ അഖീദ, ശരിയായ വിശ്വാസം വിട്ട് നിങ്ങൾ പുതിയ ബിദ്അത്തായ വാദങ്ങൾ കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് ചർച്ചയും അത്തരം ബിദ്അത്തുകളെ ന്യായീകരിച്ചുകൊണ്ടുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ 2 കാര്യത്തിലും, ശുബ്ഹത്തുകളുടെ കാര്യത്തിലും ശഹവത്തുകളുടെ കാര്യത്തിലും മുൻഗാമികളെ നിങ്ങൾ പിന്തുടരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. വലിഹാദ ശവാഹിദു ഫി സിഹാഹി വൽ ഹിസാൻ. ഈ ആശയം ധാരാളം ഹദീസുകൾ വന്നിട്ടുള്ളതാണ്. അഥവാ ഈ ഉമ്മത്ത് മുൻഗാമികളെ പിന്തുടരും എന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഉള്ള മുസ്ലിമീങ്ങൾ അവർ പലരും മുൻഗാമികളായ കുഫാറുകളെ, നിഷേധികളെ പിന്തുടരും എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിലും പറഞ്ഞിട്ടുള്ളതാണ്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരാണ് ഒരു ഖൗമിനെ പിന്തുടരുന്നത് അവൻ അവരിൽപ്പെട്ടതാണ് എന്ന്. അപ്പോൾ പിൽക്കാലത്ത് വരുന്ന മുസ്ലിമീങ്ങളിൽ മുമ്പ് കഴിഞ്ഞു പോയ യഹൂദികൾക്കും നസാറാക്കൾക്കും സംഭവിച്ച ദലാലത്തുകൾ, പിഴവുകൾ സംഭവിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതാണ് ജാഹിലിയത്ത് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു. അപ്പൊ ഇത് സംഭവിക്കുന്നത് കൊണ്ട് എന്താണ് വേണ്ടത്? അതിന് പരിഹാരം നമ്മൾ തേടണം. ഈ ജാഹിലിയത്ത്, മുൻഗാമികളുടെ പിഴച്ച മാർഗം എന്ന് പറയുന്നത് അത് നമ്മളിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പരിഹരിക്കാനുള്ള മാർഗം എന്താണ്? അതാണ് ശൈഖുൽ ഇസ്ലാം ഇവിടെ പറഞ്ഞ തൗബയും ഇസ്തിഗ്ഫാറും അതുപോലെ തന്നെ സാലിഹായ അമലുകളുമാണ് രക്ഷപ്പെടാനുള്ള മാർഗം. ഇതും ഒരു ഖായിദയായി നമുക്ക് മനസ്സിലാക്കാം. 8ാമത്തെ ഖായിദ, കുല്ലു മാ വഖഅ ഫീഹി മൻ സബഖന മിൻ യഹൂദി വൻ നസാറ മിൻ ദലാൽ ഫലാ ബുദ്ദ അൻ യൂജദ ഫീ ഹാദിഹിൽ ഉമ്മത്തി മൻ യഖഉ ഫീഹി. മുൻഗാമികളായ യഹൂദികളും നസാറാക്കളും പെട്ടിട്ടുള്ള ദലാലത്തെല്ലാം ഈ ഉമ്മത്തിലും സംഭവിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹദ്ദുൽ ഖുദ്ദത്തി ബിൽ ഖുദ്ദ. നിങ്ങൾ പരിപൂർണമായും അവരെ പിന്തുടരും. ചില ആളുകൾ എന്ന് പറയും ഈ ഉമ്മത്തിൽ ശിർക്കില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം പിന്നെ ശിർക്ക് എന്ന് പറയുന്നത് സംഭവിക്കുകയില്ല എന്ന് പറയുന്ന ആളുകൾ കാണാം. അവരങ്ങനെ പറയാൻ കാരണം എന്താണ്? അവർ ശിർക്ക് ചെയ്യുന്ന ആളുകളാണ്, ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകളാണ്. അപ്പൊ ശിർക്കില്ല എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു, ശിർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ശിർക്ക് എന്നുള്ള പഠനങ്ങൾ നടക്കും. അപ്പൊ ഇവർ ചെയ്യുകയും വാദിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ശിർക്കാണെന്ന് ആൾക്ക് മനസ്സിലാവും. അപ്പൊ ശിർക്കില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. അവരുടെ ഈ വാദം 2 നിലക്ക് ബാത്തിലാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തത്തബിഉന്ന സുനന മൻ കാന ഖബ്ലക്കും. നിങ്ങൾ മുമ്പുള്ളവരെ പിന്തുടരുക തന്നെ ചെയ്യും. ഷിബ്റൻ ബി ഷിബ്ർ വദിറാഅൻ ബി ദിറാ. ചാണായും മഴത്തിന് മഴമായും. അപ്പൊ അതുപോലെ നിങ്ങളും ചെയ്യും. അവർ ചെയ്തിട്ടുള്ളതെല്ലാം നിങ്ങൾ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് പച്ചയായ യാഥാർത്ഥ്യമാണ്, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നതാണ്. ഇങ്ങനെ ശിർക്കില്ല എന്ന് പറയുന്ന ഈ ആളുകൾക്ക് പോലും നിഷേധിക്കാൻ പറ്റാത്ത ശിർക്ക് മുസ്ലിമുകൾ ചെയ്യുന്നുണ്ട്. ഖബറിൽ കിടക്കുന്ന ആളുകൾ വെച്ച് പ്രാർത്ഥിക്കുന്നത് ഒഴിവാക്കിയാലും സാക്ഷാൽ വിഗ്രഹത്തിന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുന്ന മുസ്ലിമുകളുണ്ട്. അപ്പൊ അതും ശിർക്കല്ല എന്ന് പറയേണ്ടി വരും. ശിർക്ക് എന്നൊരു സംഗതിയേ ഇല്ല എന്ന് പറയേണ്ടി വരും ഈ ഉമ്മത്തിൽ ഇന്ന് ശിർക്കില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പറയുന്ന കാര്യം അത് ഹദീസിനെതിരാണ്, അതുപോലെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യത്തിനും എതിരാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് മഗ്രിബിന് ശേഷം ബാക്കി വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേൾക്കുന്ന അതുപോലെ പറയുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ സാലിഹായ അമലുകൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹു വ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.